തൃശൂർ സുരേഷ് ഗോപി ഇത്തവണ എടുക്കുക. ഏതാണ്ട് 20,000-ന് മുകളിലേക്ക് സുരേഷ് ഗോപിയുടെ ലീഡ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി. തീർച്ചയായും ഒരു വിജയം ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് സുരേഷ് ഗോപി ഇപ്പോൾ ലീഡ് ഉയർത്തിയിരിക്കുന്നത്. NDA അക്കൗണ്ട് തുറന്നു എന്ന് തന്നെ പറയാം. കാര്യം ഇനി എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. 2 മണ്ഡലങ്ങളിൽ നിലവിൽ NDA ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ആ 2 മണ്ഡലങ്ങൾ. ഒരു തുള്ളലൊരൽപ്പം കുറയ്ക്കാം 2 മണ്ഡലങ്ങളിൽ എന്നുള്ളത് ഒരു പക്ഷേ അത് മാറി മറിയാം. പക്ഷെ തൃശ്ശൂരിൽ അത് ഉറപ്പ് തന്നെയാണ്. 22,302 വോട്ടിന്, അതായത് സുരേഷ് ഗോപി ഒരു 2-3 വർഷമായി ഇത് വെറുതെ കിട്ടിയ ഒരു ജയമല്ല. അദ്ദേഹം എടുത്ത വലിയൊരു എഫേർട്ട് ഉണ്ട്. അല്ലെങ്കിൽ ജയമെന്ന് ഞങ്ങൾ പറയുന്നത് ജനവിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഒരു ലീഡ് നിലയുടെ ഒരു ട്രെൻഡ് ആണ് പറയുന്നത്, അല്ലെ? ഒരു ലീഡ് നില ഉയരുന്ന ഒരു ട്രെൻഡ് ആണ് പറയുന്നത്. അദ്ദേഹം നടത്തിയ ഒരു പൊന്നിൻ കിരീടത്തിനും നടത്തിയ ഇതിനൊക്കെ ഒരു ഡാൻസ്, അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക് ഫലം കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 22,000 വോട്ടുകൾക്ക് മുകളിൽ ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് ചെയ്യുകയാണെങ്കിൽ, കേരളത്തിലെ മുഴുവൻ സ്ഥിതി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 20 സീറ്റിൽ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. അത് ആലത്തൂരാണ് ആ സീറ്റ്. ബാക്കി 17 LDFന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. കാരണം രമ്യ ഹരിദാസ് MP ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ആലത്തൂർകാർ തന്നെ പലതവണ, അതായത് ഇതിനുശേഷം പാട്ടും പാടി ജയിച്ചിട്ട് പോയതാണ്. പാട്ട് പാടിയതല്ലാതെ പാർലമെന്റിൽ ചെന്നിരുന്ന് പാട്ട് പാടുകയായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും LDFന്റെ കയ്യിൽ ഒരു പക്ഷേ ആലത്തൂർ സേഫ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതേ ലീഡ് നില ചിലപ്പോൾ UDFന് 18, LDFന് 1, NDAക്ക് 1 എന്നിങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കുമോ പോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് ഒരു പക്ഷേ. പക്ഷെ എന്തായാലും തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്ന് ഉറപ്പിക്കാം. നിലവിലെ ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ LDFന് ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 17 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 2 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 2,000-ഓളം അടുത്തുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ അത് പറയാറായിട്ടില്ല എങ്കിലും ഒരു ട്രെൻഡ് അങ്ങോട്ടാണെന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അപ്പുറത്തേക്ക് ഇത് ഉറപ്പിച്ചു പറയാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 80,000-ലധികം വോട്ടോടുകൂടി ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. സുരേഷ് ഗോപിയുടെ ലീഡ് നില 2,000 കുറഞ്ഞിട്ടുണ്ട്. 22,000-ൽ നിന്നും 20,000-ലേക്ക് സുരേഷ് ഗോപിയുടെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ട്രെൻഡ് അദ്ദേഹത്തിന് അനുകൂലമായി തന്നെ അവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിലൊന്നും ആയിരുന്നില്ലല്ലോ, അല്ലെ? കഴിഞ്ഞ തവണ അതിന് മുൻപിലത്തെ തവണ, ഇത് 3ാമത്തെ തവണയാണ് തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് വഴുതിപ്പോയത്. ഇത്തവണ ഒരു പക്ഷേ BJP അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് തൃശ്ശൂർ തന്നെ ആയിരിക്കും. 20,020 വോട്ടിനാണ് നിലവിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ അല്ല, ഏതാണ്ട് 1 മണിക്കൂറായി സുരേഷ് ഗോപിയുടെ ലീഡ് അദ്ദേഹം വ്യക്തമായി തന്നെ നിലനിർത്തുകയാണ്. 20,000 വോട്ടിന് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന കാഴ്ച. വീണ്ടും കൂടി 20,000-ൽ നിന്ന് വീണ്ടും കൂടി 21,274. സുരേഷ് ഗോപി വീണ്ടും ലീഡ് ഉയർത്തുന്ന കാഴ്ച. 21,274-ലേക്ക് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ലീഡ് തൃശ്ശൂർ എടുക്കുക. ഇത്തവണ തൃശ്ശൂർ എടുക്കുക എന്ന് സുരേഷ് ഗോപി. ഇല്ല, അത് പിന്നെ NDA സംബന്ധിച്ച് അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് കിട്ടാക്കനിയായിരുന്ന കേരളത്തിന്റെ ഒരു രക്ഷകരായി സുരേഷ് ഗോപി മാറുമോ? എന്താണെങ്കിലും അങ്ങനെ മാറും എന്ന് തന്നെ തീർത്തു പറയേണ്ടി വരും എന്നാണ് ഈ ഒരു അവസരത്തിൽ നിലവിലെ ട്രെൻഡ് വെച്ച് പറയേണ്ടി വരുന്നത്. അത്രത്തോളം ഒരു ലീഡ് സുരേഷ് ഗോപി കുറെ സമയം കൊണ്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് ശശി തരൂർ ലീഡ് നിലനിർത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ഈ NDAയുടെ തട്ടകത്തിലേക്ക് വന്നിരിക്കുന്നു. NDA ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് നിലനിർത്തുന്ന കാഴ്ച. ഒറ്റ സ്ഥലത്ത് മാത്രമാണ് LDF കഴിഞ്ഞ വർഷത്തെ പോലെ, കഴിഞ്ഞ തവണത്തെ പോലെ വികാരം ഇതിലുണ്ടോ, അലയടിച്ചോ എന്നുള്ളത് ചോദിച്ചാൽ അത് ഉണ്ടെന്നുള്ളതാണ്. അതായത് എക്സിറ്റ് പോൾ വന്നപ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞത് എക്സിറ്റ് പോളിലൊന്നും വിശ്വാസമില്ല. ഇപ്പോൾ വിശ്വാസമായോ എന്നുള്ളതാണ് അല്ലെ ചോദ്യം. ഒരു കാര്യം കൂടി, അല്പസമയങ്ങൾക്ക് മുമ്പ് നമുക്കൊപ്പം ഉണ്ടായിരുന്ന ജയശങ്കർ പറഞ്ഞത് കനൽ ഒരു തരി മതി എന്നാണ്. ഇത്തവണയും അങ്ങനെ തന്നെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒരു തരിയേ ഉള്ളൂ. ആലത്തൂർ മാത്രമാണ് LDF നിലവിൽ ലീഡ് നിലനിർത്തുന്നത്. അതെ, ആലപ്പുഴയിൽ നിന്നും ആലത്തൂരിലേക്ക് ട്രാൻസ്ഫർ മാത്രമാണ് ഉണ്ടായത്. എന്തായാലും LDFനെ സംബന്ധിച്ച് ലോക്സഭാ ഇലക്ഷനുകളിൽ സാധാരണ രീതിയിലുള്ള കേരളത്തിന്റെ ട്രെൻഡ് എപ്പോഴും UDFന് അനുകൂലമായി തന്നെയാണ്. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതുവരെയുള്ള എല്ലാവരും സിറ്റിംഗ് MP-മാർ എല്ലാം സുരക്ഷിതരായി തന്നെ ഇരുന്നിട്ടുണ്ട്. ഒപ്പം ഈ LDF സ്ഥാനാർത്ഥി ഈ ആലത്തൂരിലെ MP രമ്യ ഹരിദാസിനാണ് ഒരു അനക്കം സംഭവിച്ചത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി
ഗാന്ധി നമ്മുടെ ശശി തരൂരിനാണ് വിശ്വ പൗരൻ എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് നടത്തുന്നത് ഒരു കനത്ത ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരത്തിന് ഉപരിയായി ശശി തരൂർ പറഞ്ഞതനുസരിച്ച് രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. ഇപ്പോൾ ഇതിൽ ആരാണ് കേവൻ എന്നുള്ളത് തെളിയിക്കാനുള്ള സമയമാണ്. ഒരു പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി വീണ്ടും 23,618 എന്ന നമ്പറിലേക്ക് സുരേഷ് ഗോപി തന്റെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 23,000ലേക്ക് 80,223 വോട്ടിന് രാഹുൽ ഗാന്ധി വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. 80,203 വോട്ടിന് രാഹുൽ ഗാന്ധി വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അതിലൊരു സംശയമുണ്ടോ ഇനി നിങ്ങൾക്ക്? ഇനി രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടി വരില്ല. വയനാടിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് വിജയക്കൊടിയിലേക്കുള്ള ഒരു കനത്ത കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കഴിഞ്ഞ തവണയൊക്കെ നേരിടേണ്ടി വരുന്ന ദേശീയ തലത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു. അദ്ദേഹം ഇവിടെ വയനാടുകാർക്ക് ചെയ്തു കൊടുത്ത എല്ലാം നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരുപക്ഷെ ഇപ്പോൾ സ്മരിക്കപ്പെടുന്നു. വീണ്ടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കേരളം രാഹുൽ ഗാന്ധിയെ പൊതിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വയനാടുകാർക്ക് രാഹുൽ ഗാന്ധിയെ പൊതിഞ്ഞ സ്നേഹം വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ കാഴ്ച തന്നെയാണ്. ഇനി ദേശീയ തലത്തിലേക്ക് നമുക്ക് ഇന്ത്യ മൊത്തത്തിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 543 സീറ്റുകളിൽ 299 NDA ലീഡ് ചെയ്യുന്നു. 221 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. 23 മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികൾ ലീഡ് ചെയ്യുന്നു. 299 NDA, 221 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. എന്താണെങ്കിലും മുൻപ് എക്സിറ്റ് പോളുകൾക്കൊക്കെ വിപരീതമായ ഒരു കാഴ്ചയാണ് ദേശീയ തലത്തിൽ കാണാൻ സാധിക്കുന്നത്. NDA തൂത്തുവാരുമെന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ തൂത്തുവാരി 400 NDA സർക്കാർ അവരുടെ തന്നെ ഓരോ പ്രവചനമായി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് ഏകദേശം അടുത്തൊക്കെ 300 എന്നുള്ളതിന്റെ അകത്താണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതിനത്രയും കടക്കാൻ ഇന്ത്യ അനുവദിക്കുന്നില്ല. ഇന്ത്യ എന്ന INDI എന്ന DA എന്ന ഇന്ത്യ മുന്നണി NDA എന്ന മുന്നണിയെ അനുവദിക്കുന്നില്ല, ഭരണകക്ഷി അനുവദിക്കുന്നില്ല. അത്രത്തോളം കടുത്തൊരു പോരാട്ടം അല്ലെ, കട്ടയ്ക്കൊരു പോരാട്ടം നടക്കുകയാണ്. ദേശീയ തലത്തിൽ കട്ടയ്ക്കൊരു പോരാട്ടം നടക്കുന്നു. ഇന്ത്യ മുന്നണി ഒരിക്കലും പിന്നിലേക്ക് പോയിട്ടില്ല. ആത്മാവില്ലാത്ത മുന്നണി അല്ല ഇന്ത്യ മുന്നണി എന്ന് തെളിയിച്ചിരിക്കുന്നു. അതിന് നായകനില്ല എന്നുള്ളതല്ല, പലരായിരുന്നാലും അവരെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കട്ടെ. പക്ഷെ എന്താണ്, ഒരുമിച്ചൊന്ന് പോരാടിയാൽ വിജയം ഉറപ്പ്. ഒരു ടീം വർക്കിന്റെ ഒരു എല്ലാ ടീം വർക്ക് കൊണ്ടുള്ള ഒരു വിജയ കൊടിയുടെ എല്ലാ കാര്യവും അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ LDF ആകെ ഉണ്ടായിരുന്ന മണ്ഡലം ആലപ്പുഴയാണ്. എന്നാൽ ഇത്തവണ അവിടെ UDF സ്ഥാനാർത്ഥി 13,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആലപ്പുഴ LDF കൈവിട്ടു പോകുന്ന കാഴ്ച. UDF സ്ഥാനാർത്ഥി 13,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അത് KC വേണുഗോപാലാണ്, രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ്. അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ഒരു അത്യുന്നതനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു നിർദ്ദേശകനായൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തോറ്റാൽ നാണക്കേട് UDF പരക്കെ ഉണ്ടാകും, ദേശീയ തലത്തിൽ പോലും ബാധിക്കും. എന്തായാലും KC വേണുഗോപാൽ ആലപ്പുഴയിൽ കത്തിക്കയറുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ എന്താണ് നിലവിൽ? ശോഭാ സുരേന്ദ്രൻ ആദ്യ സമയത്ത് അല്പസമയം ലീഡ് നിലനിർത്തിയിരുന്നെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രൻ താഴേക്ക് പോകുന്നു. UDF തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുന്ന കാഴ്ചയാണ്. സുധാകരൻ കണ്ണൂര് വച്ച് കയറുകയാണല്ലോ. പാർട്ടി ഗ്രാമത്തിലൊക്കെ സുധാകരൻ 12,200 സംതിങ് വോട്ടിലാണ് സുധാകരൻ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടായിരുന്നു. അത് നിറവേറ്റിയോ? തീർച്ചയായും. നമ്മൾ മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 2 മണ്ഡലങ്ങളാണ് NDA ലീഡ് ചെയ്യുന്നത്. അതിൽ ഒരു മണ്ഡലം തൃശ്ശൂർ, രണ്ടാമത്തെ മണ്ഡലം തിരുവനന്തപുരമാണ്. പക്ഷെ തിരുവനന്തപുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് 2000 വോട്ടിനകത്താണ്. അതെന്തും സംഭവിക്കാം, ഏതു നിമിഷവും മാറി മറിയാം. പറയാൻ കഴിയില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി സേഫ് ആണ്. സേഫ് സോണിലേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു എന്ന് പറയാം. അതെ, സുരേഷ് ഗോപി 23,438 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. എടുത്ത പണികൾക്കൊക്കെ ഫലമുണ്ടായോ രാഹുൽ? മാതാവിനോട് ഉള്ളൊരു പ്രാർത്ഥന കേട്ടു. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരും. തീർച്ചയായും തൃശ്ശൂർക്കാർ സുരേഷ് ഗോപി അങ്ങ് നെഞ്ചിലേറ്റി കഴിഞ്ഞു എന്നൊക്കെ പറയാവോ? തീർച്ചയായും അങ്ങനെ ഇല്ല മാറ്റി പറയേണ്ടി വരും എന്ന് തോന്നുന്നില്ല. നിലവിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും പിണറായി വിജയൻ കനലൊരു തരി എന്ന് പറഞ്ഞ് തന്നെ ഇങ്ങനെ പുകച്ചോണ്ടിരിക്കുന്ന ഒരു ഗതികളുണ്ടോ? ആലത്തൂരിൽ മാത്രമാണ് ആ ഒരു തരി ഉള്ളത്. ആലപ്പുഴയിൽ 5 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ആ ഒരു തരി
ആലത്തൂരിലേക്ക് മാറിയിരിക്കുന്നു. അതെ അതെ, ആ ഒരു എം ആരിഫിനെ അവിടെ തന്നെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ആ ഒരു തരി ഇനി ലോക്സഭയിലേക്ക് എത്തുന്നില്ല. പകരം മറ്റൊരു കനൽ തിരിയാണ് ലോക്സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച ഈ 2020 മത്സരത്തിൽ ഒരു വിക്കറ്റ് ഒന്നല്ല, LDF സംബന്ധിച്ച് 19 വിക്കറ്റാണ് അല്ലെ, 19 വിക്കറ്റാണ്. UDF സംബന്ധിച്ച് 3 വിക്കറ്റ് വീണിട്ടുണ്ട്. NDA സംബന്ധിച്ച് ബാക്കി 18 വിക്കറ്റാണ്. എന്തായാലും വലിയൊരു കനത്ത പോരാട്ടത്തിൽ ഇപ്പോൾ NDAക്ക് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം. കേരളത്തിൽ ആദ്യമായി NDA സർക്കാർ അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. ഷാഫി പറമ്പിൽ 18,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു, ടീച്ചറെ പിന്നിലാക്കിക്കൊണ്ട്. അതെ അതെ അതെ, വടകര 18,000 വോട്ടിലധികം ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുകയാണ്. ശൈലജ ടീച്ചർ എന്ന രണ്ടുപേരും ഒരേ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് അവരെ കൂടുതൽ വിമർശനമൊന്നുമല്ല. നല്ല സ്ഥാനാർത്ഥിയാണ്, രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്. പക്ഷെ യൂത്തിന് താല്പര്യം ഷാഫി പറമ്പിലിനോടാണ്. മാത്രമല്ല ഷാഫി പറമ്പിൽ തൽക്കാലം അങ്ങോട്ട് പോട്ടെ, ഇവിടെ വരാൻ സമയമുണ്ടല്ലോ അല്ലെ, ലോക്സഭയിലേക്ക് പോട്ടെ, കൂടുതൽ സംസാരിക്കട്ടെ, കേരളത്തിന് വേണ്ടി സംസാരിക്കട്ടെ, അവകാശങ്ങളൊക്കെ വാങ്ങട്ടെ. അതേസമയം ശൈലജ ടീച്ചറിനെ കൊണ്ട് കേരളത്തിലുള്ളവർക്കും ആവശ്യമുണ്ട് അല്ലെ. അതെ അതെ തീർച്ചയായും ശൈലജ ടീച്ചർ ഇവിടെ തന്നെ ഞങ്ങളോടൊപ്പം തന്നെ ശൈലജ ടീച്ചർ ഉണ്ടാകട്ടെ. എന്തായാലും അത് ജനഹിതമാണ്. എന്തായിരുന്നാലും ഒരിക്കലും അതൊരു വിധി വലിയ രീതിയിൽ ആരെയും ബാധിക്കുന്നതല്ല. രണ്ടും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഇവർ രണ്ടും മാത്രമല്ല രാഹുൽ, അതായത് കേരളത്തിൽ ഇത്തവണ 3 മുന്നണികളും കടുത്ത ത്രികോണ മത്സരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒരു കാര്യം, പത്തനംതിട്ട വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയൊരു മണ്ഡലമാണ്. കാരണം ഈ അനിൽ ആന്റണിയുടെ വരവോടുകൂടി വലിയ പ്രാധാന്യം നേടിയ മണ്ഡലമാണ്. ചിത്രത്തിലില്ല. അതായത് ഒരിക്കൽ പോലും ലീഡ്, ഒരു പേരിനെങ്കിലും ഒരു 10 വോട്ടെങ്കിലും ലീഡ് നിലനിർത്താൻ അനിൽ ആന്റണിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഒരിക്കൽ പോലും അനിൽ ആന്റണിക്ക് ലീഡ് നിലനിർത്താൻ സാധിച്ചിട്ടില്ല, ചിത്രത്തിൽ പോലും ഇല്ല. അതെ അതെ അതെ, ഉപാധ്യക്ഷൻ എന്തോ ആണ് അനിൽ ആന്റണി. എന്തായാലും BJP കൊണ്ടുവരുന്നവരൊന്നും ക്ലച്ച് പിടിക്കാറില്ലല്ലോ, അതെന്താണ് അങ്ങനെ ആക്ഷേപിക്കണം? തൃശ്ശൂര് സുരേഷ് ഗോപി കത്തിക്കേറിയാണ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ, മറ്റു പാർട്ടികളിൽ നിന്ന് ആനയിച്ചു കൊണ്ടുവന്ന ആൾക്കാർ, അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തടയും. ഇവരാരും തന്നെ ക്ലച്ച് പിടിക്കാറുണ്ട്. അത് എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെ കുറിച്ചൊരു താത്വിക അവലോകനം നടത്തേണ്ടി വരും. എന്താണ് സംഭവിക്കുന്നത് വേണ്ടി നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പോകാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് LDFന് 1 സീറ്റ്, UDFന് 17 സീറ്റ്, NDAക്ക് 2 സീറ്റിലാണ് ലീഡ് നിലവാരം നിൽക്കുന്നത്. തിരുവനന്തപുരവും രാജീവ് ചന്ദ്രശേഖർ ലീഡ് നില ഉയർത്തി. 2000-ൽ നിന്ന് 5000-ലേക്ക് അദ്ദേഹത്തിന്റെ ലീഡ് നില അദ്ദേഹം ഉയർത്തുകയാണ്. മുൻപ് 2000-നകത്തായിരുന്നെങ്കിൽ ഇപ്പോൾ 4948 വോട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് NDA ലീഡ് ഉയർത്തുന്ന കാഴ്ച. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വ്യക്തമായ ഒരു ഭൂരിപക്ഷം അദ്ദേഹത്തിന്, വ്യക്തമായതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിജയം ലഭിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അദ്ദേഹം പണിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. കാരണം ഇവിടെ ജനിച്ചൊരു വ്യക്തിയല്ല, പക്ഷെ മലയാളിയാണ്. കേരളത്തിൽ ജനിച്ചൊരു വ്യക്തിയല്ല, കർണാടകത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ഒരു IT പ്രൊഫഷണൽ ആണ്, മാത്രമല്ല കേന്ദ്രമന്ത്രിയാണ്. ഈ 18 വർഷമായി ഇതിൽ വന്നു എന്ന് പറയുമ്പോഴും ഈ ഫസ്റ്റിൽ, അതായത് ആദ്യം തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ വെറും ഒരു അപരിചിതനായിരുന്നു, പക്ക ഒരു സ്ട്രേഞ്ചർ അല്ലെ എന്നുള്ള ഒരു വാക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി. ശശി തരൂരിനെ പോലെ ലോകമെമ്പാടും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനതയൊക്കെ അടുത്തിറങ്ങി എന്ന് നമ്മൾ കരുതുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയോടൊപ്പം നിന്ന് മത്സരിക്കാൻ തയ്യാറാവുക, ആ ഒരു ചീട്ട്, ആ ഒരു നറുക്ക് തന്നെ മോദി ആണ് നേരിട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി പിന്നീട് നടന്നതെല്ലാം വെയിലും മഴയും ഒക്കെ കൊണ്ട് പ്രചാരണത്തിനിറങ്ങി തിരുവനന്തപുരത്തിന്റെ മനസ്സിലൊക്കെ കുടിയേറിയത് ചെറിയ കാര്യമല്ല അല്ലെ. തീർച്ചയായും അവിടെ തിരുവനന്തപുരത്ത് എന്തും സംഭവിക്കാം. കാര്യം NDA അവിടെയും താമര വിരിയിക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ശശി തരൂരിന് ഒരിക്കൽ പോലും പിന്നീട് ലീഡ് നിലനിർത്താൻ സാധിക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2000-ൽ നിന്നും 5000-ലേക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിയ വോട്ടുകൾ ഏതായിരിക്കും എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് കോൺഗ്രസിന്റെ വോട്ട് തന്നെയാണോ രാഹുൽ? കാരണം കഴിഞ്ഞ തവണ ശശി തരൂരിനുണ്ടായിരുന്ന വോട്ട് ബാങ്ക്, ആ ഒരു വോട്ടുകളൊക്കെ രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിയോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു LDFിൽ നിന്നായിരിക്കുമോ രാജീവ് ചന്ദ്രശേഖറിലേക്ക് വോട്ടുകൾ എത്തിയത്? എന്താണ് കരുതുന്നത്? തീർച്ചയായും അങ്ങനെ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നു എന്ന് അനുമാനിക്കേണ്ടി വരും. കോൺഗ്രസ് തന്നെയാണ് അങ്ങനെ അനുമാനിക്കേണ്ടി വരും. വരട്ടെ. എന്തായാലും പക്ഷെ സുരേഷ് ഗോപിയുടെ വോട്ട് ഭിന്നിക്കാനാണ്, അതായത് കൂടുതൽ വോട്ടുകൾ കിട്ടാതിരിക്കാനാണ് നമ്മുടെ കോൺഗ്രസ് വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്നു നമ്മുടെ K മുരളീധരനെ അവിടെ കൊണ്ടിരുന്നത്. അവിടെ ഏത് വോട്ടുകളായിരിക്കും സുരേഷ് ഗോപിക്ക് അനുകൂലമായി? പക്ഷേ ഇതിനകത്ത് ദൗർഭാഗ്യകരമായ കാര്യം ഈ മുരളീധരൻ ചിത്രത്തിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ്. വളരെ ദൗർഭാഗ്യകരമാണ് അത്. ഒരു പക്ഷേ മുരളീധരന്റെ ഒരു പ്രശ്നം, ഒരു ഇത് നമ്മള്
രാഹുൽ ഗാന്ധി 91,421 വോട്ടിന് മുന്നിലാണ്. വിജയിച്ചു രാഹുൽ. 1 ലക്ഷത്തിനടുത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ലീഡ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു. 91,421 വോട്ടിന് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു വയനാട്ടിൽ. ജയിച്ചു എന്ന് പറയൂ. ഇനി എന്താ ലീഡ്? ഓക്കെ, ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി നേരത്തെ പിന്നീടായിരുന്നു. ഇപ്പൊ എന്താ? പ്രധാനമന്ത്രി പോലും മത്സരിക്കുന്ന മണ്ഡലത്തിൽ പിന്നിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ നേതാവ് രാഹുൽ ഗാന്ധി 91,421 വോട്ടുകൾക്ക് വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ പറയണം. 1 ലക്ഷത്തിന്. തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു? തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുന്നു? അപ്ഡേഷൻസ് ലഭിക്കുന്നില്ല. തൃശ്ശൂരിൽ ഇപ്പോഴും 23,000 ലീഡിൽ തന്നെ സുരേഷ് ഗോപി നിൽക്കുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു എന്നാണ് പറയുന്നത്. തൃശ്ശൂർ എന്തായാലും സുരേഷ് ഗോപിയുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ NDAക്ക് തിരുവനന്തപുരം കൂടെ ഒന്ന് കയറി പോകുമോ? തൃശ്ശൂരിന്റെ ഒപ്പം തിരുവനന്തപുരവും അക്കൂട്ടത്തിൽ കയറി പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വ്യക്തമായ ലീഡ് തിരുവനന്തപുരത്തും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നിലനിർത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യം 2,000 വോട്ടിന് ലീഡ് ചെയ്തെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഷാഫി പറമ്പിൽ 22,137 വോട്ടുകൾക്ക് മുന്നിലാണ്. ഷാഫി പറമ്പിൽ മുന്നിലാണ്. ഷാഫി പറമ്പിലിനെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. വലിയ വിമർശനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഷാഫി പറമ്പിൽ വടകര എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. ഷാഫി പറമ്പിൽ ഇപ്പോൾ വളരെ മുന്നിലാണ്. എന്റെ അമ്മോ, ഹൈബി ഈഡന്റെ ഗംഭീര ഒരു ഇതാണ്. 61,959 വോട്ടിന് എറണാകുളത്ത് ഹൈബി ഈഡൻ ലീഡ് ചെയ്യുന്നു. 61,000 വോട്ട്. ഹൈബി ഈഡൻ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ വലിയൊരു ഇതിലൊന്നും വന്നില്ല എങ്കിലും അല്ലെ, മുഖ്യധാരയിലോട്ട് എപ്പോഴും വന്നില്ലെങ്കിലും എറണാകുളത്തുകാർക്ക് ഹൈബി ഒരു വികാരമാണ്. മനസ്സിലായില്ലേ? മറ്റൊന്നും മറിച്ച് ചിന്തിക്കുന്നില്ല. അതെ, എറണാകുളത്തിന്റെ ഹൈബി ഒരു വികാരമാണ്. ഹൈബി ഈഡൻ എറണാകുളത്തിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ നേതാവെന്ന് എറണാകുളം ഉറക്കെ വിളിച്ചു പറയുന്ന കാഴ്ച. പത്തനംതിട്ടയിലേക്ക് വന്നാൽ UDFന്റെ ആന്റോ ആന്റണി 10,541 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ട ആന്റോ ആന്റണിയുടെ സ്ഥിരം തട്ടകം. കഴിഞ്ഞ 2 തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം ഇക്കുറിയും അദ്ദേഹം നിലനിർത്തുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അല്ല, അത് ഇവിടെ പറയില്ല, എനിക്ക് നാട്ടിൽ ചെല്ലേണ്ടിയാണ്. 10,000 വോട്ടിന് ആന്റോ ആന്റണി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. എന്താണെങ്കിലും രാഹുലിന്റെ സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് ലീഡ് ചെയ്യുന്നത്. സുരേഷ് ഗോപി വീണ്ടും കൂടി 25,347 വോട്ടിന് സുരേഷ് ഗോപി തൃശ്ശൂർ ലീഡ് ചെയ്യുന്നു. വീണ്ടും 2,000 വോട്ട് കൂടി, 2,00,000 വോട്ട് കൂടി സുരേഷ് ഗോപിയുടെ ലീഡ് അദ്ദേഹം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. 25,347 എന്ന ഫിഗറിലേക്ക് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ലീഡറുടെ മകൻ, ലീഡറുടെ സ്വന്തം സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ ലീഡറുടെ മകൻ പത്മജയൊക്കെ വിളിച്ചുകൊണ്ട് പോയപ്പോഴും ലീഡറുടെ മകനെ കൊണ്ട് നിർത്തിയപ്പോൾ അവിടെ നമ്മൾ വലിയൊരു സർപ്രൈസ് കാണുമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ആ സർപ്രൈസ് സ്ഥാനാർത്ഥി ചിത്രത്തിലില്ല. പക്ഷേ ബാക്കിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചാൽ വോട്ടിലും അത് കാണാനില്ല. ഇപ്പൊ എന്താണ് സംഭവിച്ചത് രാഹുൽ? എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സുരേഷ് ഗോപി അവിടെ വ്യക്തമായ ലീഡ് നിലനിർത്തുന്നുണ്ട്. അത് മാത്രം നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നുള്ളൂ. അതെ, സുരേഷ് ഗോപി പണിയെടുത്തതിനുള്ള പ്രയോജനം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി കേരളത്തിലെ മൊത്തം ചിത്രം ഒന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ 20 സീറ്റിൽ ഒരൊറ്റ സീറ്റിൽ മാത്രം LDF ലീഡ് ചെയ്യുന്നു. ആ സീറ്റ് ആലത്തൂരാണ്. ബാക്കി 17 സീറ്റുകളിൽ UDF ലീഡ് നിലനിർത്തുന്നു. 2 സീറ്റുകളിൽ NDA തങ്ങളുടെ ലീഡ് നിലനിർത്തുന്നു. അത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. തിരുവനന്തപുരത്ത് ഏതാണ്ട് 5,000 വോട്ടിന് NDAയുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുകയാണ്. കൊല്ലത്തെ UDF തന്നെയാണ് 24,936 വോട്ടുകൾക്കാണ് കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ ലീഡ് നിലനിർത്തുന്നത്. ഇന്ന് രാവിലെ വരെ മുകേഷിന്റെ അടുത്ത് ചില മാധ്യമപ്രവർത്തകർ ജയിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയവുമില്ല, ജയിക്കും എന്നാണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? അങ്ങനെയുമല്ല പറഞ്ഞത്. അതിനേക്കാൾ അപ്പുറത്ത് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹം എന്നൊക്കെയാണ്. ചിലപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ആഗ്രഹം കാണും. സിനിമ കണ്ടോർക്കല്ലേ? 24,936 വോട്ടിന് NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു. അതെ, 1 ലക്ഷമാവുകയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ലീഡ് 1 ലക്ഷത്തിനോട്ട് അടുക്കുകയാണ്. രാഹുൽ ഗാന്ധി ജയിച്ചു. മാവേലിക്കരയിലേക്ക് വരികയാണെങ്കിൽ 6,000-നടുത്ത് വോട്ടിന് കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്യുന്ന കാഴ്ച. മാവേലിക്കരയിൽ 6,000 വോട്ടുകൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് നിലവിൽ ലീഡ് ചെയ്യുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് വരെ ഏതാണ്ട് കുറെ സമയം LDFന്റെ അരുൺകുമാർ മാവേലിക്കരയിൽ ലീഡ് നിലനിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി വീണ്ടും മാവേലിക്കര മണ്ഡലം UDFനൊപ്പം നിൽക്കുന്ന കാഴ്ച. ഇത് പല സിറ്റിംഗ് സീറ്റുകളും കേരളത്തില് UDFന്റെ കീഴിൽ സുരക്ഷിതമാണ്. പലതൊന്നുമല്ല, എല്ലാ സിറ്റിംഗ് സീറ്റുകളും സുരക്ഷിതമാണ്. 2 എണ്ണം ഒഴിച്ച് ആലത്തൂരും തിരുവനന്തപുരവും
മണ്ഡലവും ഒഴിച്ച് ബാക്കി എല്ലാ സിറ്റിംഗ് സീറ്റുകളും കേരളത്തിലെ UDF-ന്റെ കയ്യിൽ 2020 മത്സരത്തിൽ അവർ സുരക്ഷിതമായി തന്നെ കൊണ്ടുപോകുന്നു. തൃശൂർ അവിടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ലല്ലോ നിർത്തിയിരുന്നത്, അല്ലെ? പ്രതാപനായിരുന്നു തോന്നുന്നു, പിന്നീട് അതിനെ മാറ്റിയാണ് പകരമാണ് നമ്മുടെ മുരളീധരനെ കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് സിറ്റിംഗ് സീറ്റ് അല്ല. എങ്കിൽ പോലും തൃശൂർ അത് സുരേഷ് ഗോപിക്ക് ഇത്തവണ കിട്ടും എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. നടക്കുമോ? 5000-ലേക്ക് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് നില അങ്ങനെ സ്റ്റേബിൾ ആയി തന്നെ കൊണ്ടുപോവുകയാണ്. തീർച്ചയായും കാര്യം ഒരു കാരണവശാലും തിരുവനന്തപുരം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും ഇത്തരത്തിലൊരു മാറ്റം പ്രതീക്ഷിച്ചില്ല. തിരുവനന്തപുരം കൂടി BJP എടുക്കുന്നില്ല, അല്ലെങ്കിൽ NDA എടുക്കുന്ന ഒരു കാഴ്ച. തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരം കൂടി NDAക്ക് കൊടുക്കേണ്ടി വരുമോ എന്നൊരു കാഴ്ച, അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഒരൊറ്റ സീറ്റിൽ മാത്രം കേരളത്തിൽ LDF ലീഡ് ചെയ്യുന്നു, അത് ആലത്തൂരാണ്. 17 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. NDA ആലപ്പുഴയിൽ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ തവണ LDF-ന്റെ മാനം കാത്തത് ആലപ്പുഴ മണ്ഡലമാണെങ്കിൽ സുധാകരൻ 20,000 കടന്നിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചില്ല. അല്ല, ഞാൻ LDF-ന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ മകളെ. കഴിഞ്ഞ തവണ ആലപ്പുഴയാണ് LDF-ന്റെ മാനം കാത്തതെങ്കിൽ ഇത്തവണ ആലപ്പുഴയും LDF-നെ കൈവിട്ടിരിക്കുന്നു. ആ മണ്ഡലം UDF-ലേക്ക് എത്തുന്ന കാഴ്ച. UDF അവിടെ വ്യക്തമായ ലീഡ് നിലനിർത്തുന്നു. പകരം മാനം കാക്കുന്നതിന് വേണ്ടി ഒരു മണ്ഡലം LDF-ന് ഇപ്പോഴും ഉണ്ട്, ആലത്തൂരിലെ K. രാധാകൃഷ്ണനാണ് ഇപ്പോൾ LDF-ന്റെ മാനം കാക്കാൻ ഒരു കനൽത്തിരിയായി അവിടെ തിരിയായി തെളിഞ്ഞു അണഞ്ഞു പോകൂ. നമ്മുടെ ജയശങ്കർ കേൾക്കണ്ട ഇത് അണഞ്ഞു പോകുന്ന വെച്ചാൽ പുള്ളി പുറത്തേക്ക് ഇറങ്ങിയതുള്ളൂ. ഇപ്പൊ തിരിച്ചു വരുമ്പോൾ അതിന്റെ പേരിൽ വിഷയം ഉണ്ടാവണ്ട. എന്താണെങ്കിലും ഒരൊറ്റ മണ്ഡലത്തിലാണ് LDF ലീഡ് നിലനിർത്തുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഭരണവിരുദ്ധ വികാരമാണോ ഇത്തരത്തിൽ? തീർച്ചയായും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ നിരന്തരമായി തുടർഭരണം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഏകാധിപത്യ സ്വഭാവം, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് കൂടുതൽ ഉള്ളവരുണ്ട് അലയടിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും ആരുടെയും തെറ്റല്ല. പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ സ്ഥിരമായി ഇപ്പൊ മോദി സർക്കാരിനെതിരെ. അല്ല, താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിലെ കാര്യം പറയുന്നു, താങ്കൾ ഭരണവിരുദ്ധ വികാരമാണെന്ന് പറയുന്നു. കേന്ദ്രത്തിനെതിരെ അപ്പോ ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടാവുന്നില്ലേ? കാരണം കേരളത്തിൽ 2 സീറ്റിലേക്ക് ഇപ്പോഴും NDA ലീഡ് ചെയ്യുകയാണ്. കേന്ദ്രത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ലേ? ഞാൻ പറയാം രാഹുൽ, നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഭരണാധികാരി അവര് വ്യക്തമായി അദ്ദേഹം ഒരു സുരക്ഷിതമായി നിന്നുകൊണ്ട് തെറ്റുകൾ ചെയ്യണമെങ്കിൽ, ഭരണവിരുദ്ധമായി പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മതത്തിന്റെ ചട്ടക്കൂട് അണിഞ്ഞാൽ മതി. NDA ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് അവർ മതധ്രുവീകരണം നടത്തി, മതത്തിലുള്ളവരെ മാത്രം ഒരുമിച്ചിരുത്തി അവർക്ക് മറ്റൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കാത്ത രീതിയിൽ അവർ വളഞ്ഞു വച്ചിരിക്കുന്നു. ഇത് താഴെ എന്താണെങ്കിലും കേരളത്തിൽ പോലും 2 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ ഒരിക്കലും NDA ക്ലച്ച് പിടിക്കില്ല എന്ന് പറഞ്ഞ മലയാളികളുടെ മുന്നിൽ 2 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്ന കാഴ്ച. തൃശ്ശൂരിന്റെ കാര്യം സുരേഷ് ഗോപി വ്യക്തമായി പണിയെടുത്തിട്ട് കിട്ടിയ അർഹതപ്പെട്ട ഒരു വിജയം മാത്രമാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഈ 2 വ്യക്തികളും കേരളത്തിൽ എടുത്തിട്ടുള്ള പണി, അല്ലെങ്കിൽ 2 വ്യക്തികളും കേരളത്തിൽ എടുത്തിട്ടുള്ള പണി, അത് വ്യക്തമായ പണിയെടുത്ത് തന്നെ അർഹതപ്പെട്ട ഒരു ഇത് കിട്ടിയത് തന്നെയാണ് NDAക്ക് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും. കാരണം ശശി തരൂർ വേണ്ട രീതിയിലുള്ള പണി എടുത്തിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് മുൻപേ തന്നെ കഴിഞ്ഞ 5 തവണ ശശി തരൂർ തിരുവനന്തപുരത്തിന് ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്തില്ല. ആദ്യത്തെ തവണ ചെയ്തു 5 വർഷം. ഇത് 3ാമത്തെ ടേണാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ 5 വർഷം ചെയ്തു. 2ാമത്തെ 5 വർഷം ശശി. ഒരു കാര്യം ദേശീയ തലത്തിലേക്ക് നോക്കൂ. ഇന്ത്യ അല്ല 10 സീറ്റ് വ്യത്യാസം. അതായത് ദേശീയ തലം നോക്കുകയാണെങ്കിൽ 543 ആകെയുള്ള സീറ്റുകളിൽ 265 സീറ്റിൽ NDA ലീഡ് ചെയ്യുമ്പോൾ 254 സീറ്റ് തൊട്ടു പിന്നിൽ ഇന്ത്യ മുന്നണിയുണ്ട്. തൊട്ടുപിന്നിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ എക്സിറ്റ് പോളുകളൊക്കെ വെറും പൊള്ളക്കഥകളായിരുന്നു എന്ന് പറയേണ്ടി വരും. മാറിയോ കാര്യം അത് പൈസ കൊടുത്ത് ജയിപ്പിച്ചാണെന്ന് ഞാൻ പറയും. കാശ് കൊടുത്ത് ചിലപ്പോൾ ഏജൻസികളെ ജയിപ്പിച്ചാണെന്ന് പറയും. അതൊന്നും നമുക്ക് വിശ്വസിക്കേണ്ട വശം. പക്ഷെ എന്ന് പറഞ്ഞാലും ഇവിടെ കേരളത്തിന്റെ ഇതിൽ എക്സിറ്റ് പോൾ അവിടെ ഇതായി ഒരു രീതിയിലൊക്കെ ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു പൊള്ളത്തരമല്ല പറയുന്നത്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതെ, ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം കട്ടക്കുള്ള ഒരു മത്സരം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷേ കട്ടക്ക് മത്സരിക്കുകയാണ്. 265 സീറ്റിൽ NDA ലീഡ് ചെയ്യുമ്പോൾ 254 സീറ്റുമായി തൊട്ടുപിന്നിൽ ഇന്ത്യ മുന്നണിയുണ്ട്. 24 സീറ്റിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ലീഡ് ചെയ്യുന്ന കാഴ്ച.
എന്താണെങ്കിലും വീണ്ടും കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇന്ത്യ മുന്നണിയിലേക്ക് നോക്കൂ. വീണ്ടും +163 അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടുകളുടെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്ലസ് സൈൻ തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണി നമ്മുടെ ലോക്സഭയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റം അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു പോരാട്ടം. ആത്മാവുള്ള മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയേണ്ടി വരും. കാര്യം ആത്മാവില്ല എന്ന് പറയാൻ പറ്റില്ല, ആത്മാവുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു കാഴ്ച. 246 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്ന കാഴ്ച. വീണ്ടും കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോഴും പഴയ സ്ഥിതി തന്നെ തുടരുകയാണ്. 20 സീറ്റിൽ ഒരൊറ്റ സീറ്റിൽ മാത്രം LDF ലീഡ് ചെയ്യുന്നു. ആ സീറ്റ് ആലത്തൂരാണ്. ബാക്കിയുള്ള 17 സ്ഥലങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 2 സ്ഥലങ്ങളിൽ NDA ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. തൃശ്ശൂർ ഏതാണ്ട് 25,000-അടുത്ത സുരേഷ് ഗോപിക്ക് ലീഡുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ 5,000-അടുത്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലവിലെ ലീഡ്. ആരായിരിക്കും? തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് ഏകദേശം ഉറപ്പായി അല്ലെ. വടകരയിൽ ഷാഫി പറമ്പിൽ. നമ്മളിപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള A+ മണ്ഡലങ്ങൾ മാത്രം എടുത്ത് നോക്കിയാലോ നമ്മളൊക്കെ പണ്ട് പ്രവചിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം. അന്ന് പ്രവചിച്ചിരുന്നത് ശശി തരൂർ തന്നെയാണ് ഏറ്റവും ആദ്യം വരിക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും BJP എപ്പോഴും 2ാം സ്ഥാനം തന്നെയായിരുന്നു. അത് നമ്മൾ സമ്മതിക്കുന്നു. പന്ന്യൻ രവീന്ദ്രൻ ചിത്രത്തിൽ പോലും ഇല്ല, നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതേസമയം 1ാം സ്ഥാനം എന്നുള്ളത് ശശി തരൂർ എന്നുള്ളത് തന്നെ ആയിരുന്നു ഇതുവരെ. രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനം തന്നെയാണ് കരുതിയത്. പക്ഷെ എല്ലാ ഇതിനെയും ഊഹാപോഹങ്ങളൊക്കെ മാറ്റിമറിച്ചങ്ങ് എന്താണ് ശശി തരൂർ ഒന്ന് അല്പം പിന്നിലേക്ക് പോയി രാജീവ് ചന്ദ്രശേഖർ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഇപ്പോൾ സൈറ്റിൽ ലഭ്യമല്ല. മുമ്പുണ്ടായിരുന്ന അതേ ലെവൽ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. സുരേഷ് ഗോപി 30,073 വോട്ടിന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നു. വ്യക്തമായ ലീഡാ, ശക്തമായ ലീഡാ. 30,073. തൃശ്ശൂർ എടുത്തു. ഒന്നിന് നിർത്തുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റില്ല. ചിലപ്പോ തിരുവനന്തപുരം കൂടി എടുക്കേണ്ടി വരും. ഒന്നെടുത്തു എന്ന് ഉറപ്പിക്കാം. ഇല്ല അങ്ങനെ ഇക്കുറി അങ്ങനെ പറയേണ്ടി വരുമെന്ന് തോന്നില്ല. ഇക്കുറി ഇല്ല കേരളത്തിൽ താമര വിരിയുന്നു. 30,073 വോട്ടിന്റെ ലീഡ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കാത്തു സൂക്ഷിക്കുന്നു. നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അഭിനന്ദിക്കുക കൂടെ വേണം. കാരണം 2 വർഷം ഇത്തരത്തിൽ പറഞ്ഞു കിട്ടാതെ പോയിട്ടും ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല സുരേഷ് ഗോപി. ഓരോ പരാജയങ്ങളും വിജയത്തിന്റെ ചവിട്ടുവഴിയായി കണ്ടുകൊണ്ട് പ്രയത്നിച്ച സുരേഷ് ഗോപി നല്ല ഒരു മെസ്സേജ് ആണ്. നല്ലൊരു സന്ദേശം കൂടെ സുരേഷ് ഗോപി തന്റെ ജീവിതത്തിലൂടെ ഇതിലൂടെ നൽകിയിരിക്കുന്ന അവസാനം ഇതുവരെ ആയിട്ടില്ല. 30,000 കടന്നതേ ഉള്ളൂ. ഒരു പക്ഷേ മാറി ഇനി അഥവാ ഇതിന് മാറിപ്പോകുമോ? മാറിപ്പോയാ ട്രോളി കൊല്ലും സോഷ്യൽ മീഡിയ. എന്തായാലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഇത്രത്തോളം ഒരു വ്യക്തമായ ഒരു ലീഡ് സുരേഷ് ഗോപി നിലനിർത്തുന്ന സ്ഥിതിക്ക് അദ്ദേഹം പിന്നിലേക്ക് പോകാൻ തോന്നുന്നില്ല. 30,000-ലധികം വോട്ടിന് സുരേഷ് ഗോപി ലീഡ് ചെയ്യുകയാണ്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല ജനങ്ങളുടെ മനസ്സ് അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന എത്രയോ പേര് EVM-നെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ ആ കുറ്റപ്പെടുത്തലിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ വ്യക്തമായി അത് എല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നുള്ളത് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരു റിസൾട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും വളരെ കൃത്യമായി പറഞ്ഞാൽ ആരോപണമൊക്കെ വെറും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളായിരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി കേരളം പരിശോധിച്ചു. പായസം വിളമ്പിക്കഴിഞ്ഞു. തൃശ്ശൂരിലെ ആഘോഷം പൊടിപൂരം പായസം വിളമ്പിക്കഴിഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വ്യക്തമായ ഒരു ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റുമോ? വ്യക്തമായ ഒരു ലീഡ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ അവിടെ ആഘോഷം ഇരമ്പി ഒഴുകുകയാണ്. സുരേഷ്, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. കഴിഞ്ഞ തവണ വന്നിട്ട് എന്താ മാറാഞ്ഞെന്ന് ചോദിക്കല്ലേ. ഇത്തവണ മാറുകയാണ്. ഇത്തവണ സുരേഷ് ഗോപി ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് തന്നെ പറയേണ്ടി വരുന്നു. കേരളത്തിൽ താമര വിളിക്കാൻ ഒരു രക്ഷകൻ അത് ഉടലെടുത്തിരിക്കുന്നു. അത് ആരാണ് രാഹുൽ? അത് സുരേഷ് ഗോപിയാണെന്ന് പറയേണ്ടി വരും. ഒപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് കൂടി അക്കൂട്ടത്തിൽ എഴുതി വായിക്കേണ്ടി വരുമോ? അത് വായിക്കാൻ വരട്ടെ. ശശി തരൂർ അവിടെ ഇരുന്ന് തുടങ്ങിയതേ ഉള്ളൂ. അത് വായിക്കാൻ വരട്ടെ. അല്ല, തനിക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. തനിക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. ശശി തരൂരിനെ ഒന്ന് അവിടെ സമയം കൊടുക്കുന്നേ. സമയം കൊടുക്കുക. 5,000 വെച്ചിട്ടൊക്കെ എവിടെ കയറി പോവാണ്. എന്താണെങ്കിലും നമ്മുടെ ആ ഫേസ്ബുക്ക് പേജിലൊക്കെ സുരേഷ് ഗോപിക്ക് ആളുകൾ ചുംബനപ്പൂ കൊണ്ട് സുരേഷ് ഗോപിയെ മൂടുകയാണ്. അദ്ദേഹത്തിന് ചുംബനം ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ചുംബനപ്പൂ കൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർ. ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ശരിയായിരുന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും തെറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം
നല്ലൊരു സെലക്ഷൻ ആണ്. വി ഡി സതീശന്റെ സെലക്ഷൻ ഈ മുരളീധരന്റെ കാര്യത്തിൽ ശരിയായില്ല, അതെന്തുകൊണ്ടായിരിക്കും? ചിത്രത്തിൽ പോലും വന്നില്ല. ഒരു സമയത്ത് പോലും പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ടുകളെയൊന്നും കുറഞ്ഞിട്ടുമില്ലല്ലോ. അതെ. സുനിൽകുമാറിനൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഒരു തരത്തിലും ആരെയും ബാധിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, കുറെ സമയം കൊണ്ട് ഒറ്റ സ്റ്റാറ്റസിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ LDF, 17 മണ്ഡലത്തിൽ UDF, 2 മണ്ഡലത്തിൽ NDA. കുറെ സമയം കൊണ്ട് ഈ ഒരു സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. 20 മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് LDF ലീഡ് ചെയ്യുന്നു, 17 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു, 2 സ്ഥലത്ത് NDA ലീഡ് ചെയ്യുന്നു. ഇത് മാറ്റമില്ലാതെ തുടരുകയാണ്. എന്തായാലും ഇത് ഉടനെ മാറുമെന്ന് തോന്നുന്നുമില്ല. ഇത് തന്നെ ആയിരിക്കും അവസാനം വരെയുള്ള ഒരു ട്രെൻഡ് എന്നാണ് നമുക്ക് അല്ലെ ഒരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ജനങ്ങളുടെ മനസ്സാണ്, പ്രവചനങ്ങൾ എങ്ങനെയാണെന്ന് ശരിയാവുമോ ശരിയാവില്ല എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും 2 പേരുടെ വിജയം ഞാൻ ഉറപ്പിക്കുകയാണ്. ഒന്ന്, എന്റെ രാഹുൽ ഗാന്ധി 1,12,365. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, എന്റെ രാഹുൽ ഗാന്ധി. എന്താണ് ചിന്ത? നമ്മുടെ രാഹുൽ ഗാന്ധി 1,00,000-ലധികം വോട്ടോട് കൂടി വിജയിക്കുന്ന അവസ്ഥ വിജയിച്ചു എന്ന് ഞാൻ പറയും. കോൺഗ്രസ്സുകാരിയാണെന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഓക്കെ, എന്തായാലും തൃശ്ശൂർ അങ്ങ് എടുത്തിരിക്കുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു. 30,000-ലധികം വോട്ടുകളുടെ ലീഡ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കാത്തു സൂക്ഷിക്കുന്നു. വ്യക്തമായ ലീഡ്. ഇനി സുരേഷ് ഗോപി പിന്നിലേക്ക് പോകുമെന്ന് തോന്നില്ല. 30,284 വോട്ടിന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നു. സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂർ അങ്ങ് എടുത്തിരിക്കുകയാണ്. ഇത് അർഹിച്ച വിജയമാണെന്നേ പറയുള്ളൂ. ഇത് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു മനുഷ്യൻ വിയർപ്പൊഴുക്കി നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ്. തൃശ്ശൂർക്കാർ അതിനുള്ള ഒരു മറുപടി കൊടുത്തോ തന്നെയാണ്. ഇതില്ല എന്ന് പറയാൻ പറ്റും. അത് ആരായിരുന്നു? രാഷ്ട്രീയപരമായില്ല, അദ്ദേഹത്തിന്റെ ഒരു കലാകാരൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയെ വളരെയധികം ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. മനസ്സ് നിറഞ്ഞാണ് സ്നേഹം. അതോടൊപ്പം തന്നെ ഈ ഒരു വിജയം ആ ഒരു മുന്നണിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം എന്നൊരു വ്യക്തിയെ എടുത്താൽ പോലും വളരെ വ്യക്തമായി പ്രവർത്തനങ്ങൾ നടത്തി, അവിടെയുള്ളവരെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ നല്ല മനസ്സ്, അത് മാത്രമല്ല വലിയ രീതിയിൽ ഒരു ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കാനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റി തന്നെ, രാഷ്ട്രീയ തന്ത്രങ്ങളും പയറ്റി തന്നെ സുരേഷ് ഗോപി നേടിയെടുത്തൊരു വിജയം എന്ന് പറയണ്ടേ. 2 വർഷം കാത്തിരുന്നു. 2 തവണ, 2 വർഷമല്ല, 2 തവണയും ഇത് പോയല്ലോ അല്ലെ. എന്ത് വെറുപ്പീരാടോ രണ്ടാളും. ഞാൻ ചോദിച്ചല്ല, ഒരാൾ ഇതിൽ കമന്റ് ഇട്ടേക്കുന്നത്, ഫേസ്ബുക്കിൽ ഒരാൾ കമന്റ് ഇട്ടേക്കുന്നത്. എന്റെ ബലമായ സംശയം അദ്ദേഹം LDF കാരനാണ്. UDF-കാരനായിരുന്നാലും നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ പറയുന്നത് വെറുതെ തമാശയാണ്. അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്ന വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാകും. വെറുപ്പിക്കലൊക്കെ ഇന്നത്തെ ഒരു ദിവസം ആകാം, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളൊക്കെ വെറുപ്പിക്കട്ടെ, നിങ്ങള് വെറുക്കാതിരുന്നോളൂ അല്ലെ. ഞങ്ങളുടെ വെറുപ്പിക്കൽ ഞങ്ങളോട് ക്ഷമിക്കൂ, വെറുക്കാതിരുന്നോളൂ ഞങ്ങളോടൊപ്പം. ഇതിനോടൊപ്പം തന്നെ വരൂ. വടകരയിൽ ഷാഫി പറമ്പിൽ 25,259 വോട്ടിന് മുന്നിലാണ്. പക്ഷെ അപ്പോഴും ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ തിരസ്കരിക്കേണ്ട. നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്, നമുക്ക് കേരളത്തിന് വേണം. ഇപ്പൊ എന്താണെങ്കിലും പത്തനംതിട്ടയിലും മാവേലിക്കരയിലും UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഒപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോഴും തിരുവനന്തപുരത്തും തൃശ്ശൂരും NDA ലീഡ് നിലനിർത്തുകയാണ്. 17 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിൽ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും 5,783 വോട്ടിന്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ 30,284 വോട്ടിനാണ്. 17 സീറ്റും UDF-ന് ഉറപ്പിച്ചു. നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു അശ്വതി മനു കമന്റ് ചെയ്യുന്നു. അതായത് സുരേഷ് ഗോപിയുടെ വിജയം സ്ത്രീകളുടെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായ ഒരു കമന്റ് സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട്. അപ്പോ സ്ത്രീകളുടെ ഒരു വിജയം അശ്വതി മനു. അപ്പോ അത്രത്തോളം സ്ത്രീ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടി എന്ന് ആ ഒരു സ്ത്രീകളുടെ ഒരു മനസ്സാണ്. അപ്പൊ ആ സ്ത്രീകളുടെ വോട്ടുകൾ കൂടുതലായി സുരേഷ് ഗോപിയിലേക്ക് എത്തി. എന്റെ അമ്മ സുരേഷ് ഗോപിയുടെ വലിയ അടുത്ത ഒരു ആരാധിക, വയസ്സ് 65ഓളം കഴിയും. പക്ഷെ വളരെ വളരെ ആരാധന എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആരാധന ഇല്ലാത്ത തരത്തിലാണ്. തൃശ്ശൂർ ആയിരുന്നെങ്കിൽ ഒരു വോട്ട് ഉറപ്പായിരുന്നു. ഉറപ്പെന്നായിരുന്നു അത്ര. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനോടും മനുഷ്യന്റെ ഒരു കലാകാരൻ എന്ന നിലയിലും ഒക്കെ ഭയങ്കര തീർച്ചയായും നമ്മള് മാധ്യമങ്ങളിൽ കൂടി വാർത്തയാകാത്ത സംഭവങ്ങൾ, അതായത് ഒത്തിരി ആളുകളെ സഹായിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വമാണ്. രാഷ്ട്രീയം എന്തോ ആവട്ടെ, അദ്ദേഹം വിജയിച്ചു, അത് രാഷ്ട്രീയം. പക്ഷെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് സുരേഷ് ഗോപി എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് സാധുക്കളെ ചിലര് പറയാറുണ്ട്, നിങ്ങൾ ചാണകക്കുടികൾ വീണില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എന്നുള്ളതൊക്കെ. അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പുറത്ത് മറ്റൊരു സൈഡ് ആണെങ്കിൽ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ, കേരളത്തിൽ അദ്ദേഹത്തെ പോലൊരു വ്യക്തി രാഷ്ട്രീയത്തിൽ വരുന്നത് കൊണ്ട് നല്ലത് മാത്രമേ ജനങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയും. തീർച്ചയായും നല്ലതാണ് കാര്യം. ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയ നേതാക്കൾ ചെയ്യാത്ത പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് പൈസ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത്തരം സ്ഥാനമാനങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു MP ആയി കഴിയുമ്പോൾ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും എന്ന് പറയേണ്ടി വരും. ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല പല മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സമീപിക്കുന്നവർ അവരുടെ തന്നെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന നമ്മൾ കാണാറുണ്ട്. എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ NDAയുടെ ഒരു രക്ഷകനായി പിറന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് തന്നെ ആയിരുന്നാലും നിലവിൽ തിരുവനന്തപുരത്ത് കൂടി NDAക്ക് ഒരു മേൽക്കൈ ഉണ്ടല്ലേ? തീർച്ചയായും കുറെ സമയം കൊണ്ട് തിരുവനന്തപുരത്തും NDA ഒരു മേൽക്കൈ സൂക്ഷിക്കുകയാണ്. പല എക്സിറ്റ് പോളുകളിലും പറഞ്ഞത് 3-4 സീറ്റ് വരെ NDAക്ക് നേടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ 2 സീറ്റുകൾ NDA സ്വന്തമാക്കുമോ എന്നൊരു ചോദ്യം, അതായത് തൃശ്ശൂരിന് പുറമെ തിരുവനന്തപുരത്ത് കൂടി താമര വിരിയുമോ എന്നൊരു ചോദ്യമാണുള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവര് ഈ ലോക്സഭയിലൊക്കെ കേരളത്തിൽ നിന്ന് NDA പോകുന്നത് ശരി തന്നെയാണ്, അക്കൗണ്ട് തുറക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് നിയമസഭയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. അല്ല, സ്വാഭാവികമായും ഇപ്പോൾ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നിയമസഭയിൽ അത് ഉണ്ടായിക്കൂടാ എന്നില്ല, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായും അതിനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. എന്താണെങ്കിലും കേരളം ഒരു മൂന്നാം മുന്നണി ആഗ്രഹിക്കുന്നുണ്ടോ? എന്തോ തോന്നുന്നു രാഹുലിന് ഭരണത്തിലെത്താൻ സാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഉറപ്പായും അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്ന് തന്നെ വീണ്ടും തുറന്നതാണ്. വീണ്ടും അത് നിലനിർത്താൻ വീണ്ടും ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്ന് പറയേണ്ടി വരും. അപ്പോഴും ഈ UDFന് കേരളത്തിൽ ഇത് വരുമ്പോൾ ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ വ്യക്തമായൊരു മേൽക്കൈ അല്ലെങ്കിൽ ഒരിക്കലും താഴെ വീണു പോകാത്ത ഒരു മേൽക്കൈ ഉണ്ടാകാറുണ്ട്. അതെന്താണ് അത്തരത്തിലുള്ള UDFനോട് ഒരു പ്രത്യേക മമത ലോക്സഭയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ UDFനെ തന്നെ പറഞ്ഞേക്കാനുള്ള ഒരു പ്രത്യേക സ്നേഹം കേരളത്തിലെ ജനങ്ങൾക്ക്, മലയാളികൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? തീർച്ചയായും അത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പൊ അത്തരം ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്നൊരു പ്രതീക്ഷയിലായിരിക്കാം UDF സ്ഥാനാർത്ഥികൾ കൂടുതൽ വിജയിച്ചു വരുന്നത്. കാരണം ദേശീയ തലത്തിൽ അവർക്കാണല്ലോ കൂടുതൽ. ഇപ്പൊ NDA 300 സീറ്റുകൾ 300-ൽ നിന്ന് ഇപ്പൊ വീണ്ടും പെട്ടെന്ന് 299 പോയി. 300-ഉം ഇന്ത്യ സഖ്യം 223-മാണ് ഇപ്പോൾ നിലവിലെ 229. ഇന്ത്യ സഖ്യം 229 സീറ്റ്. 229 ഒന്നിൽ 229 എന്നും മറ്റൊന്നിൽ 223 എന്നും കാണിക്കുന്നു. എന്തായാലും 229 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 229 സീറ്റുകളിൽ ഇന്ത്യ സഖ്യവും 290 സീറ്റുകളിൽ NDAയുമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ. ഷാഫി പറമ്പിൽ 30,360 വോട്ടുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഏകദേശ വിജയം ഉറപ്പിച്ചു. വടകരയിൽ ഷാഫി പറമ്പിൽ വിജയക്കൊടി പാറിക്കുകയാണ്. 30,360 വോട്ടിന് വടകരയിൽ ഷാഫി പറമ്പിൽ ടീച്ചറെ പിന്നിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഷാഫി പറമ്പിൽ ടീച്ചറെ പിന്നിലാക്കിക്കൊണ്ട് മുന്നേറുന്ന കാഴ്ച. 30,000 വോട്ടുകളുടെ ലീഡ് ഷാഫി പറമ്പിൽ വടകരയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് ആകെയുള്ള പൊതുവെയുള്ള ചിത്രം പരിശോധിച്ചാൽ ഒരൊറ്റ സീറ്റിൽ മാത്രം മുൻപ് ലീഡ് നിലനിർത്തിയിരുന്ന ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോഴും LDF തങ്ങളുടെ ലീഡ് നിലനിർത്തുന്നത്. ബാക്കി 17 മണ്ഡലങ്ങളിൽ UDF തങ്ങളുടെ ലീഡ് നിലനിർത്തുമ്പോൾ 2 സ്ഥലത്ത് ഇപ്പോഴും NDA ആധിപത്യം തുടരുകയാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരും ഇപ്പോഴും NDA ആധിപത്യം തുടരുന്ന കാഴ്ച. ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, പാലക്കാട്, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, വടകര, കണ്ണൂർ, കാസർഗോഡ് UDF ഇത്രയും സ്ഥലത്ത് വ്യക്തമായ ആധിപത്യം. 17 മണ്ഡലങ്ങൾ 2020-ൽ 17 UDFന് 17 റൺസ് കിട്ടിയിരിക്കുന്നു. 3 വിക്കറ്റ് അല്ലെ, 3 പേര് ഔട്ടായി. ആരൊക്കെയാണ്? തിരുവനന്തപുരത്ത് നമ്മുടെ ശശി തരൂർ ഔട്ടായോ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ശശി തരൂരാണ് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നത്. തൃശ്ശൂര് മുരളീധരനാണ് പിന്നിൽ നിൽക്കുന്നത്. ആലത്തൂരിൽ രമ്യ ഹരിദാസാണ് പിന്നിൽ നിൽക്കുന്നത്. അപ്പോ തിരുവനന്തപുരവും തൃശ്ശൂരും ആലത്തൂരും പോയിട്ട് ബാക്കിയെല്ലാം നമ്മുടെ ദേശീയ തലത്തിലേക്ക് ഒന്ന് നോക്കിയാൽ 300 സീറ്റുകൾ NDA സഖ്യം 300 സീറ്റുകളിലേക്ക് NDA സഖ്യം ലീഡ് ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യം 220 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് മികച്ച ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. കാര്യം എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞ് ഇത്രത്തോളം ഒരു മത്സരം ഉണ്ടാവില്ല, NDA തൂത്തുവാരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ NDA 370ഓളമാണ് എക്സിറ്റ് പോൾ പ്രവചിച്ചത്. അതേസമയം BJP പറഞ്ഞത് 400ആണ്. ഇപ്പോൾ ഏകദേശം 300 എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. തൂത്തുവാരി എന്ന് പറയാൻ പറ്റില്ല, തൂത്തുവാരി എന്ന് പറയാൻ കഴിയാത്തത് ഇന്ത്യ സഖ്യം അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു മികവ് കാഴ്ചവെച്ചു. കട്ടക്കുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട് എന്ന് പറയാം. 220 സീറ്റിൽ ഇപ്പോഴും ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. ഇവിടെ കേരളത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു എന്ന് തന്നെ പറയുന്ന സമയത്തും റായ്ബറേലിയും രാഹുൽ ഗാന്ധി മുന്നിലാണ്. പ്രേമചന്ദ്രൻ കൊല്ലത്ത് 39,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പ്രേമേന്ദ്രൻ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ
മുകേഷിനെ പിന്നിലാക്കിക്കൊണ്ട് 39,000 വോട്ടിന് ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സത്യം, അത് എന്തായാലും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എൻ കെ പ്രേമചന്ദ്രനെ പോലെയുള്ള ജനപ്രിയനായ ഒരു നേതാവ്, ജനഹിതം അറിഞ്ഞുകൊണ്ട് തന്നെ സേവ ചെയ്യുന്ന ഒരു നേതാവാണ് അവിടെ. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം എൻ കെ പ്രേമചന്ദ്രൻ നല്ല ഒരു വോട്ട് ഭൂരിപക്ഷത്തിലാണ്, അല്ലെങ്കിൽ വോട്ട് ലീഡിലാണ്. സുരേഷ് ഗോപി 32,000 വോട്ടിന് ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 32,212 വോട്ടിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി. എൻ കെ പ്രേമചന്ദ്രൻ 39ആയി. എൻ കെ പ്രേമചന്ദ്രൻ 39,173 വോട്ടിന് കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു. സുരേഷ് ഗോപി സത്യത്തിൽ എൻഡിഎയെ സംബന്ധിച്ച് വലിയൊരു വിജയവും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തൃശ്ശൂരിൽ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പ്രതീക്ഷിച്ചവരൊക്കെ നിരവധി പേരുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി കമന്റ് ചെയ്തതുപോലെ സ്ത്രീ വോട്ടുകൾ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് നേരത്തെ തന്നെ കിട്ടുമെന്നുള്ളത് ഉറപ്പായിരുന്നു, അല്ലെ? പലതരത്തിലുള്ള സർവേകളിലൊക്കെ നമുക്ക് കണ്ടതാണ് സ്ത്രീ വോട്ടുകൾ. നിരവധി പേർ സ്ത്രീകൾ ഒക്കെ സുരേഷ് ഗോപിയുടെ ഫാൻസ് ആണ്. രാഹുൽ ഗാന്ധി 1,20,206 എന്ന മാജിക്കൽ നമ്പറിലേക്ക് അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 1,20,000 പുച്ഛമല്ല, ഇനി വരും. 1,20,000 രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും കേരളം മൊത്തത്തിൽ പരിശോധിച്ചാൽ ആ പഴയ സ്ഥിതി തന്നെ തുടരുന്നു. 17 മണ്ഡലങ്ങൾ UDF ലീഡ് ചെയ്യുമ്പോൾ ഒരൊറ്റ മണ്ഡലത്തിൽ ഇപ്പോഴും LDF ആ ലീഡ് നിലനിർത്തുകയാണ്. ആലത്തൂരിൽ LDF പിന്നിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 1/4 മണിക്കൂറായി ഇതേ ഒരു അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരിക്കലും UDFന് മുന്നിലെത്താൻ, രമ്യ ഹരിദാസിന് മുന്നിലെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രിയെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അതെന്താണെങ്കിലും സമീപകാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ലല്ലോ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഇപ്പം എന്താണെങ്കിലും ഈ അടുത്ത കാലത്ത് നടക്കാൻ തോന്നുന്നില്ലല്ലോ. അല്ല, രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രിയായി വന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയാം. പക്ഷെ 222 വോട്ട് ആണ് ഈ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങൾ. 298 NDA മുന്നണി ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു ചോദ്യം സ്വാഭാവികമായി ഇത്തവണ സാധ്യമാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയും റിസൾട്ടുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയില്ല, ഒന്നും തന്നെ പ്രതീക്ഷ. പക്ഷെ ഏറ്റവും വലിയൊരു, അതായത് ഇതുവരെ ഏകാധിപത്യ സ്വഭാവത്തിൽ മാത്രം നിന്നിരുന്ന NDAയെ ശക്തമായി എതിർക്കാൻ ഒരു പ്രതിപക്ഷ സഖ്യം തന്നെ ഉണ്ടായി എന്നുള്ളതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അത്ര ഏകാധിപത്യ ഒരു ഭരണം ആവശ്യമാണോ ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്ത്? തീർച്ചയായും പ്രതീക്ഷിച്ചതിന് അപ്പുറമുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം 222 സീറ്റുകളിൽ ഇപ്പോഴും ഇന്ത്യ മുന്നണി വ്യക്തമായി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 298 സീറ്റിലാണ് NDA സഖ്യം ലീഡ് ചെയ്യുന്നത്. ഇതര പാർട്ടികൾ 23 സീറ്റുകളിൽ അവരും ലീഡ് ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇത്രയും ഈ 2020-ൽ 17 സീറ്റ് കിട്ടുന്നത്, അത് കഴിഞ്ഞ തവണ കിട്ടിയത് 19 ആണ്. അതിനു മുൻപ് 20 കിട്ടിയിരുന്നു. കഴിഞ്ഞ തവണ ആരിഫ് ഒന്ന് കൊണ്ടുപോയി, അങ്ങനെ 19 കിട്ടി. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നൊരു ഗ്രാഫല്ലേ കാണുന്നത്. 17 ആയി ഇപ്പോൾ. NDA ഇവിടെ അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യവും. തീർച്ചയായും അത് UDFൽ നിന്നാണ് ആ ചോർച്ച ഉണ്ടാവുന്നത്. UDFന്റെ 2 സീറ്റുകൾ ഇപ്പോൾ NDAയിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ എന്താണെങ്കിലും പറയാം. തൃശ്ശൂര്, തിരുവനന്തപുരം അത് പറയാം. ആലത്തൂരും LDFലേക്ക് പോകുന്നു എന്ന് പറയാം. എല്ലായിടത്തും ചോർച്ച ഉണ്ടാകുന്നത് തീർച്ചയായും UDFിൽ നിന്നാണ്. അപ്പൊ UDFിന്റെ ഈ ഒരു പെർഫോമൻസിൽ സന്തോഷിക്കേണ്ടതുണ്ടോ UDFിന്? അതായത് VD സതീശനും സുധാകരനും അടക്കമുള്ള, അല്ലെങ്കിൽ ഹസൻ അടക്കമുള്ള ഒരു ടീം ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ, അവർക്കൊക്കെ ഒരു സന്തോഷിക്കേണ്ട ഒരു സാധ്യതയുണ്ടോ? കാരണം ഇവർ താഴോട്ട് പോവുകയല്ലേ ഈ വിജയം പറഞ്ഞാൽ. തീർച്ചയായും ഈ പറയുന്ന വിജയം ഇപ്പോൾ പറയുമ്പോൾ പോലും ഇപ്പോൾ 2 സീറ്റുകൾ NDA ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവരുടെ ഒരു പോരായ്മ തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന വലിയൊരു തിരിച്ചടി, അത് പല സംസ്ഥാനങ്ങളിലൂടെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലൂടെ വരുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്, ഇതുവരെ UDFിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിന്റെ ജനത ഒന്ന് മാറ്റി ചിന്തിക്കുന്ന ഒരു ഇതും കൂടെ ഈ ഒരു ഗ്രാഫിലുണ്ട്, അല്ലെ? തീർച്ചയായും 2 അല്ലെങ്കിൽ 3 സിറ്റിംഗ് സീറ്റ്, അല്ലെങ്കിൽ എവിടെയാണ് മറ്റേത് പിടിച്ചെടുത്തു? ഒരു കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നില ഒരു അല്പം താഴേക്ക് പോയിട്ടുണ്ട്. 5000-ന് പുറത്താണ് രാജീവ് ചന്ദ്രശേഖർ ഇത്രയും നേരം ലീഡ് ചെയ്തത്. ഇപ്പോൾ 4301 വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ലീഡ് നിലയിൽ ഒരു ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും 4300 ഉണ്ട്. 4300 വോട്ടിന് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുകയാണ്. ഈ ഒരു രീതിയിൽ, അതായത് 17 UDF, 1 LDF, 2 NDA എന്നുള്ളത് കുറെ നേരമായി, അതായത് ഏകദേശം അരമണിക്കൂറോളമായി ഇത്തരത്തിൽ തന്നെ പോവുകയാണ്. രാഹുൽ, ഇത് തന്നെയായിരിക്കും അവസാനത്തെ ഒരു അരമണിക്കൂറല്ല, ഏതാണ്ട് 1 മണിക്കൂറോളാണ്. കാര്യം നമ്മൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഏതാണ്ട് 1 മണിക്കൂർ അടുത്താകുന്നു. അപ്പൊ തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ്, ഈ സ്റ്റാറ്റസ് തന്നെയാണ് അപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്നത്.
ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു? എന്തായാലും തൃശ്ശൂരിൽ BJP പ്രവർത്തകരുടെ ആഹ്ലാദം തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയ ആഹ്ലാദം പങ്കുവെക്കാവുന്നതാണ്. നമ്മുടെ എഡിറ്ററോടാണ്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം NDA പ്രവർത്തകർ അല്ലെങ്കിൽ BJP പ്രവർത്തകർ ഉറപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആഹ്ലാദ പ്രകടനവും മധുരം വിളമ്പലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള കടുത്ത പോരാട്ടം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് ഇപ്പോഴും പ്രവചിക്കാറായിട്ടില്ല അല്ലെങ്കിൽ പറയാറായിട്ടില്ല. അതേസമയം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു അല്ലെങ്കിൽ ജയിക്കും എന്നുള്ള തരത്തിലുള്ള വലിയ ആഘോഷങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് കേരളത്തിൽ BJPക്ക് ഒരു നാഥനുണ്ടായി എന്ന് പറയാമോ? തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. തൃശ്ശൂരിൽ ലഡു വിതരണവും പായസം വിതരണവും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ പായസമൊക്കെ ആളുകൾ BJP പ്രവർത്തകർ സന്തോഷം പങ്കിട്ട് തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിൽ BJP NDA ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സുരേഷ് ഗോപി ഈസ് ദ റിയൽ ഹീറോ. രാജീവ് ചന്ദ്രശേഖർ 8401 വോട്ടിന് ലീഡ് ചെയ്യുന്നു. മണ്ഡലം ഒരു പക്ഷേ 2 താമര വിരിയുന്നു. കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ താമര വിരിയുന്നു എന്ന് പറയേണ്ടി വരും. തൃശൂർ മാത്രമാണ് നമ്മൾ അല്പസമയം മുമ്പ് വരെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ വ്യക്തമായി നിലനിർത്തിയിരുന്ന ലീഡിൽ ഇപ്പോൾ വീണ്ടും ഉയർച്ച ഉണ്ടായിരിക്കുകയാണ്. 5000-ൽ നിന്ന് 8401 രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ മോദിയുടെ 2 സെലക്ഷനാണ് ഈ സുരേഷ് ഗോപിയെ തൃശ്ശൂർ ഇപ്പോഴല്ല 2 വർഷങ്ങൾക്ക് മുൻപ് 2 തവണയ്ക്ക് മുമ്പേ 2 ടേണിന് മുമ്പേ നിർത്താമെന്നുള്ള തീരുമാനവും അതുപോലെ തന്നെ നിലവിലെ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് പറഞ്ഞു എന്നെ ഇറക്കിയത് മോദിയാണ്. ഈ 2 ചീട്ടെടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ മോദിക്ക് അറിയാമായിരുന്നു ഇരിക്കുമോ ഇവരാണ് ഞങ്ങളുടെ രക്ഷകൻ, കേരളത്തെ പിടിച്ചുകൊണ്ട് വരേണ്ടത് ഇവരാണെന്നുള്ളത്. അല്ല, അദ്ദേഹത്തിന്റെ സെലക്ഷൻ തെറ്റിയില്ല എന്ന് പറയേണ്ടി വരും. കാര്യം 2 സ്ഥലത്തും പ്രതീക്ഷിക്കാത്ത, തൃശ്ശൂർ പ്രതീക്ഷിക്കാത്തെന്ന് പറയുന്നില്ല, തിരുവനന്തപുരത്ത് കട്ടയ്ക്ക് മത്സരം നടന്നൊരു മണ്ഡലമാണ്, ശക്തമായ മത്സരം നടന്നൊരു മണ്ഡലമാണ്. അവിടെ ഇത്തരം ഒരു സാധ്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. നല്ല സ്ഥാനാർത്ഥികളെയാണ് നമുക്ക് ലഭിച്ചത്. സത്യത്തിൽ കേരളത്തിന് നല്ല ഭാഗ്യമാണ് അല്ലെ? കാരണം ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ, അത്തരത്തിൽ വലിയ അഴിമതികളില്ലാത്ത, വലിയ കള്ളത്തരങ്ങളില്ലാത്ത, തെറ്റായ ഒരു ആരോപണങ്ങളും വലിയ രീതിയിൽ ഇല്ലാത്ത നേതാക്കളെയൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷവും കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഏറ്റവും നല്ല ഭാഗ്യവാന്മാരാണ് നമ്മൾ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 33,000-ലേക്ക് അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 33,000 വോട്ടിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നിലവിൽ ലീഡ് ചെയ്യുകയാണ്. രാജീവ് ചന്ദ്രശേഖർ 8401 വോട്ടിന് മുന്നിലാണ്. ഇത് ഒരുപക്ഷെ ഇതായിരിക്കാം അവസാനത്തെ ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അവസാനം വരെ ഒരു വിജയക്കൊടി ഈ 2 മണ്ഡലങ്ങളിലും NDAക്ക് തന്നെ ആകും എന്നുള്ളൊരു ചെറിയൊരു പറയാമോ? അങ്ങനെ ഉറപ്പിച്ച് പറയാമോ? തൃശ്ശൂരെ സംബന്ധിച്ച് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം. കാര്യം ഇനി 35,809 തൃശ്ശൂരിൽ സുരേഷ് ഗോപി വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 35,809 വോട്ടിലേക്ക് ഒരു സേഫ് സോണിലേക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. ഇനി തൃശ്ശൂർ മാറി ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. തൃശ്ശൂരിൽ ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തെ കുറിച്ച് ഇപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞോളൂ, സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗ് പറഞ്ഞോളൂ, ആൾക്കാർക്കൊന്ന് എന്റർടൈൻ ആയിക്കോട്ടെ. തൃശ്ശൂർ ഞാനിങ് എടുക്കുക എന്ന സുരേഷ് ഗോപി പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്കുറി യാഥാർത്ഥ്യമാവുകയാണ്. തൃശൂർ സുരേഷ് ഗോപി എടുക്കുകയാണ്. 35,809 വോട്ടിന്റെ ലീഡ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വ്യക്തമായ ലീഡ് വെച്ച് പുലർത്തുന്ന കാഴ്ച. തീർച്ചയായും നല്ല പണി ചെയ്ത തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതായിരിക്കണം അവിടെ പറയേണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എടുത്ത എഫേർട്ട്, ഇതുവരെ വന്ന പരിഹാസങ്ങൾ, അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടിയവർ, അദ്ദേഹത്തിനെ പുച്ഛിച്ചവർ, അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള ആക്രോശങ്ങൾ, പരിഹാസങ്ങൾ ഒക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. പലതവണ പറഞ്ഞ ഡയലോഗുകളൊക്കെ മാറ്റി പറയേണ്ടി വന്നു. പക്ഷെ ഇത്തവണ പറഞ്ഞത് അച്ചിട്ടായിരുന്നു. അതെ, ഇത്തവണ അദ്ദേഹം പറഞ്ഞത് എടുക്കുവാണ് എന്ന് പറഞ്ഞതില്ലെങ്കിൽ അത് എടുക്കുകയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരുന്നൊരവസ്ഥ. ആ പരിഹാസങ്ങളൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. അതൊരു വാശിയായിരുന്നു എന്നുള്ളതാണല്ലേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം. തൃശ്ശൂർ എടുക്കുക എന്നുള്ളൊരു വാശി കൂടിയായിരുന്നു എന്ന് പറയണ്ടേ? അതെ, തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. ഇത് തൃശ്ശൂരില്ലാതെ പോകില്ല എന്ന് സുരേഷ് ഗോപി ഉറപ്പിച്ചിരുന്ന മട്ടാണ്. മാത്രമല്ല പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു MP-യുടെ, രാജ്യസഭ MP ആയിരുന്നല്ലോ, MP-യുടെ ഒരു മകളുടെ കല്യാണത്തിന് നേരിട്ട് വന്ന് കല്യാണം നടത്തി കൊടുക്കുക, BJP പ്രവർത്തകൻ എന്നുള്ളതാണല്ലോ സുരേഷ് ഗോപി മോദിയെ സംബന്ധിച്ച്. അപ്പോൾ നേരിട്ട് അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയായി സുരേഷ് ഗോപി മാറി എന്നുള്ളതാണ് മോദിക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലവും മോദിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായി അത് തൃശ്ശൂരിലെ ജനങ്ങളിൽ അതൊരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ അതിൽ BJP വിജയിച്ചു എന്ന് പറയേണ്ടി വരും. തീർച്ചയായും ഇപ്പോൾ നമ്മുടെ UDF സ്ഥാനാർത്ഥി വടകരയിൽ
ഷാഫി പറമ്പലിന്റെ വ്യക്തമായൊരു ഭൂരിപക്ഷം വ്യക്തമായൊരു ലീഡ് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഷാഫി പറമ്പിൽ ഏകദേശം 30-ൽ അധികം ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച്. വടകര 32,418 വോട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഷാഫി പറമ്പിൽ മുന്നിൽ നിൽക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി 1,24,724 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനാണോ കാസർഗോഡ് 12,000-ലധികമായി, സുധാകരൻ 25,000-ലധികമായിട്ടുണ്ട്. അതേസമയം തന്നെ ഓരോ മണ്ഡലങ്ങളുടെ വോട്ട് നില പരിശോധിച്ചാൽ UDF ഇപ്പോഴും 17 തന്നെയാണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ 39,000 വോട്ടിനെ ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ ആന്റണി 14,000 വോട്ടിനെ ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് 8,074 വോട്ടിനെ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ ഏതാണ്ട് 7,000 വോട്ടിന്റെ ലീഡ്. രാജീവ് ചന്ദ്രശേഖർ 8,401 വോട്ടിന് ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അദ്ദേഹം പിന്നിലേക്ക് പോകുന്നില്ല. തീർച്ചയായും ഇതിലിപ്പോൾ പല കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. ഈ വേണുഗോപാൽ 25,300 ക്ഷമിക്കണം ആലപ്പുഴയിൽ 25,000 വോട്ടിനാണ് വേണുഗോപാൽ 25,000-ലധികം വോട്ടിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ശക്തമായൊരു ഭൂരിപക്ഷം ലീഡ് തന്നെയാണ് KCയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും കൊല്ലം ആലപ്പുഴ ഒക്കെ ഇനി മാറി ചിന്തിക്കേണ്ടി വരില്ല. കാര്യം അവിടെ ഇനി ഒന്നും സംഭവിക്കാൻ തോന്നില്ല. അതൊക്കെ സേഫ് ആയി കഴിഞ്ഞു. കൊല്ലം, ആലപ്പുഴ, വടകര, അതുപോലെ തന്നെ നമ്മുടെ മറ്റേതാണ് ഏത് ജില്ലകളാണ് ഈ മറ്റൊന്ന് ചിന്തിക്കാൻ നിലവിൽ UDF ലീഡ് ചെയ്യുന്ന ഒട്ടുമിക്ക മണ്ഡലങ്ങളും 77,194 വോട്ടിനാണ് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ മുന്നിൽ അല്ലേ? അതെ UDF നിലവിൽ ലീഡ് നിലനിർത്തുന്ന മണ്ഡലങ്ങളെല്ലാം ഏകദേശം 1 ലക്ഷം അടുക്കുന്നു. 92,000 ഇത് എറണാകുളം മുഴുവൻ ഹൈബീഡിനെ നെഞ്ചിലേറ്റിരിക്കുകയാണ്. അതിലൊരു മാറ്റമില്ല കേട്ടോ, ഹൈബീഡൻ ഇക്കുറിയും തന്റെ വ്യക്തമായ ലീഡ് നിലനിർത്തി. സുരേഷ് ഗോപി വീണ്ടും ലീഡ് ഉയർത്തി 36,700-ലേക്ക്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തി. ആലത്തൂർ 9,000-ലധികം വോട്ടുകൾക്ക് ഇപ്പോഴും ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന കാഴ്ച. എന്തായാലും ഒരു തരത്തിലും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള കടുത്ത പോരാട്ടം. ഇതിപ്പോ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ തുടങ്ങിയ 1 മണിക്കൂറായിട്ട് ഇപ്പോഴും ആ ഒരു സ്റ്റാറ്റസിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഇപ്പോഴും 20 മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് മാത്രം LDF ലീഡ് ചെയ്യുന്നു. ഒരു സ്ഥലത്തെന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായ ലീഡ് കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് തുടരുകയാണ്. അവിടെ ഒരിക്കലും UDF വന്നിട്ടുള്ളൂ. വ്യക്തമായ ലീഡ്, ആ ഒരു സ്ഥലത്ത് ശക്തമായ ലീഡ്, കൃത്യമായ ലീഡ് തന്നെ LDF നിലനിർത്തുന്നു. മറ്റ് 2 മണ്ഡലങ്ങളിൽ NDA അവരുടെ ലീഡ് നിലനിർത്തുന്നു. തൃശ്ശൂരും തിരുവനന്തപുരവും NDA ലീഡ് നിലനിർത്തുന്നു. UDF ബാക്കിയുള്ള 17 മണ്ഡലങ്ങളിൽ ലീഡ് നിലനിർത്തുന്നു. പല മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരു വലിയ ശതമാനം, അതായത് 50,000-ഉം 1,00,000-ത്തിനടുത്തേക്കുമൊക്കെ UDFന്റെ ലീഡ് നിലവിൽ പോയി കഴിഞ്ഞു. അവിടെ ഇനി ഒന്നും സംഭവിക്കാനില്ല. സേഫ് സോണിലേക്ക് എത്തിയിരിക്കുകയാണ് പല മണ്ഡലങ്ങളും. തീർച്ചയായും ഉത്തർപ്രദേശിലുള്ള ചില ഇതൊക്കെ വരുന്നുണ്ട്, അതും കൂടെ ഒന്ന് വായിക്കുമോ? അതിന് NDAക്ക് 51 സീറ്റ്, 51-ൽ 13 സീറ്റാണ് NDAക്കുള്ളത്. മൊത്തത്തിൽ ദേശീയ തലം നോക്കുകയാണെങ്കിൽ NDA സഖ്യം 290-ലേക്ക് കുറഞ്ഞിരിക്കുന്നു. 300 സീറ്റ് വരെ NDA സഖ്യം ലീഡ് ചെയ്തിരുന്നെങ്കിൽ അത് 290-ലേക്ക് കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യ സഖ്യം കൂടി 230-ലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നു. മറ്റു പാർട്ടികൾ, ഇതര പാർട്ടികൾ 23 സീറ്റിൽ ഇപ്പോഴും ലീഡ് നിലനിർത്തുകയാണ്. അപ്പൊ ശക്തമായ ഒരു മത്സരം ദേശീയ തലത്തിൽ നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്നത് മനസ്സിലായി. ജനഹിതം, അവർ ജനങ്ങൾ അറിഞ്ഞു തന്നെ പോയി പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് രേഖപ്പെടുത്തിയത്. അത് നമ്മുടെ ഇന്ത്യയെ ഭരിക്കേണ്ടത് ആര് എന്നുള്ളത് ശരിയായ വിധിയെടുത്ത് തന്നെയാണ്. അതിപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തൊരു പാർട്ടി വന്നാൽ പോലും വ്യക്തമായ ഒരു പ്രതിപക്ഷത്തെയും കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയണ്ടേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയണം. കാര്യം നമ്മൾ ഇത്രത്തോളം ഒരു ശക്തമായ ഒരു പോരാട്ടം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിച്ചില്ല അല്ലെ? ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഭയം പലരും പങ്കുവച്ചു വരുന്നു. BJP തൂത്തുവാരും അല്ലെങ്കിൽ NDA സഖ്യം തൂത്തുവാരും എന്നാണ് പറഞ്ഞിരുന്നത്. എക്സിറ്റ് പോളുകൾ അങ്ങനെയായിരുന്നു. പക്ഷേ തൂത്തൊന്നും വാരിയില്ല. ഇല്ല, ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ശക്തമായ മത്സരം ഇന്ത്യ സഖ്യവും കാഴ്ചവെച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നേർക്കുനേർ ഉള്ളൊരു പോരാട്ടം തന്നെയാണ്. 2 ടേൺ ഇപ്പോൾ മോദി ഇരുന്ന് കഴിഞ്ഞു അല്ലെ? അടുത്ത ടേൺ ഇനി ആര് വരണം എന്നല്ലെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ തീരുമാനം എടുക്കുന്നതിനോടൊപ്പം തന്നെ വ്യക്തമായി. എന്നാലും തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു മാറില്ലേ? സുരേഷ് ഗോപി എടുത്തു. തീർച്ചയായും സുരേഷ് ഗോപിയുടെ കയ്യിൽ തന്നെ ഭദ്രമായി ലഭിച്ചു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം സുരേഷ് ഗോപി ആഗ്രഹിച്ചിരുന്ന, വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ ഒരു ധ്യാനം എന്നൊക്കെ പറയാവുന്നതേ ഉള്ളൂ, എന്ന് പറയാൻ പാടില്ലെങ്കിൽ പോലും അദ്ദേഹം അത്രത്തോളം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിന് ഗുണമുണ്ടായി. അതെ, തൃശ്ശൂര് സുരേഷ് ഗോപി ചെയ്ത ജോലികൾക്ക് അദ്ദേഹത്തിന്
ഫലമുണ്ടായി എന്ന് പറയണം. ഇനി സുരേഷ് ഗോപി ഒരു വരവ് വരും മീഡിയയുടെ മുന്നിലേക്ക്. അതെ, ഇനി മാസ് ഡയലോഗുകളുമായി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്ന സുരേഷ് ഗോപിയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അതെ, അതായത് പണ്ട് സുരേഷ് ഗോപിയെ കളിയാക്കി അദ്ദേഹത്തെ പരിഹസിച്ച അദ്ദേഹത്തെ പുച്ഛിച്ച ആളുകൾക്ക് മുൻപിലേക്ക് നല്ല മാസ് ഡയലോഗുമായി സുരേഷ് ഗോപി എത്തും, മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തും. അത് എപ്പോൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതെ അതെ, ലോക്സഭയിൽ സുരേഷ് ഗോപി കേരളത്തിന്റെ പ്രതിനിധിയായി ഡൽഹിയിലേക്ക് ടിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. കേരളത്തിലുള്ളവർ സുരേഷ് ഗോപി NDAക്ക് അക്കൗണ്ട് തുറക്കുന്ന, താമര വിരിയിക്കുന്ന, കാവി ഒതുക്കുന്ന ഒരു NDA സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷകനെ തന്നെ കേരളത്തിലേക്ക് കിട്ടിയിരിക്കുന്നു അല്ലെ സുരേഷ് ഗോപി മാത്രമല്ല, എടുത്തു പറയട്ടെ, തിരുവനന്തപുരത്ത് ഇപ്പോഴും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുകയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വ്യക്തമായ ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ആറ്റിങ്ങൽ 827 വോട്ട് മാത്രമാണ് അടൂർ പ്രകാശിന് ലീഡുള്ളത്, വെറും 827 വോട്ടിന്. അതൊക്കെ എന്തും സംഭവിക്കാം. അതെ, എന്തായാലും തിരുവനന്തപുരത്ത് ഏകദേശം ഒരു ചെറിയ ഇതൊക്കെയാണ്. ഇത്രയും സമയം നിൽക്കുന്നത് കൊണ്ട് ലീഡിന് ഒരു മാറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ക്രെഡിറ്റബിൾ അല്ല, അവരെ നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശ്ശൂരിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം. കൊല്ലം 40,000-ലേക്ക് NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. NK പ്രേമചന്ദ്രൻ 40,000-ലധികം വോട്ടുകൾക്ക് കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി 15,400 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 15,000 വോട്ടിന് ആന്റോ ആന്റണി, അതായത് അദ്ദേഹം ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. ഇപ്പോഴും അനിൽ കെ ആന്റണിയൊക്കെ വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. പത്തനംതിട്ടയ്ക്ക് അദ്ദേഹം ഉണ്ട്, പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതെ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ തന്നിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ സേഫ് ആണ് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതെ, അനിൽ കെ ആന്റണി പോയാലും ആന്റോ ആന്റണി പത്തനംതിട്ടയ്ക്കുണ്ട്. 15,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആലത്തൂര് വ്യക്തമായ ഭൂരിപക്ഷമായി ലീഡ് ആയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആലത്തൂർ LDF തന്നെ ആയിരിക്കും അല്ലെ? അതെ, ആലത്തൂർ ഇനി ഒരു മാറ്റം ഔട്ട് എന്ന് പറയേണ്ടി വരും. ഇനി ഒരു മാറ്റം ആലത്തൂർ ഉണ്ടാവും തോന്നില്ല. 10,000-ലധികം വോട്ടുകൾക്ക് ഇപ്പോഴും ആലത്തൂർ LDF ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും നല്ല ഒരു നേതാവ്, അത് അദ്ദേഹത്തെ എടുത്തു തന്നെ പറയണം അല്ലെ? തീർച്ചയായും നല്ല രീതിയിൽ ആളുകൾ, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങൾ വേണ്ട രീതിയിലുള്ള വ്യക്തമായ ഒരു ഹൈബീഡൻ NK പ്രേമചന്ദ്രൻ, ഡീൻ കുര്യാക്കോസ്, ഇവരെയൊക്കെ ജനങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്നാ പിടിച്ചോ, വാരിക്കോരി പെരുമഴ പോലെയാണ് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക്. അതെ, വ്യക്തമായ ലീഡാണ് പല മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ലീഡ്. ഇത് ആറ്റിങ്ങലിൽ സത്യം പറഞ്ഞാൽ നേർ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. അടൂർ പ്രകാശും നമ്മുടെ ജോയും തമ്മിലുള്ള വി ജോയ് 346 വോട്ടിന് ആറ്റിങ്ങൽ ലീഡ് ചെയ്യുന്നു. LDF 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഏതാണ്ട് 1 മണിക്കൂറായി LDF ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് ലീഡ് നിലനിർത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ 2 സീറ്റിലേക്ക് ചെറിയ ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞാൽ പോലും രണ്ട് സീറ്റിൽ, എന്റെ പൊന്നു പെങ്ങളെ, രണ്ട് സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു. നിലവിൽ 20 സീറ്റിൽ പരിശോധിച്ചാൽ 2 LDF ലീഡ് ചെയ്യുന്നു. അത് ആറ്റിങ്ങലും ആലത്തൂരുമാണ്. 16 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. NDA ഒരു കുലുക്കവുമില്ലാതെ ആ 2 സീറ്റിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും NDA ഇപ്പോഴും വ്യക്തമായ ലീഡ് നിലനിർത്തുകയാണ്. തീർച്ചയായും NDA തിരുവനന്തപുരവും തൃശ്ശൂരും വ്യക്തമായി നിലനിർത്തുമ്പോൾ ആലത്തൂരും ആറ്റിങ്ങലിലും അതൊരു ചെറിയ ലീഡ് മാത്രമാണ് വി ജോയ്ക്ക് ആറ്റിങ്ങലിൽ മുന്നിൽ നിൽക്കുന്നത്. അതേസമയം ഹൈബീഡ് അങ്ങ് എറണാകുളത്തിന്റെ മുകളിലേക്ക്, മെട്രോയുടെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. 97,000, 1,00,000 അടുക്കുന്നു. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ തൊട്ട് പിന്നാലെ ഉണ്ട്. 84,000 വോട്ടിന് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ ലീഡ് നിലനിർത്തുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും 2 അക്കത്തിലേക്ക് നിലവിൽ LDF എത്തിയിരിക്കുന്നു. 1-ൽ നിന്ന് 2-ലേക്ക് ഉയർന്നിരിക്കുകയാണ്. 2 സ്ഥലത്ത് LDF തങ്ങളുടെ ലീഡ് നിലനിർത്തുന്നു. ഇവിടെ ആറ്റിങ്ങൽ മണ്ഡലം വി മുരളീധരൻ, നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം വലിയ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒന്ന് വരുതിയിലാക്കാൻ വച്ചിരുന്നതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചു, അവിടെ കുലുക്കമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കും? അതെ, എന്താണ് സംഭവിച്ചെന്നറിയില്ല. പക്ഷെ അവിടെ ഇപ്പോൾ LDF ആണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കാര്യം പറയണം, അതായത് NDA കേരളം പിടിക്കാൻ ശ്രമിക്കുന്നത് വളരെ വർഷങ്ങളായി തന്നെ അല്ലെ, 10 വർഷങ്ങളായി തന്നെ ഇതിനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോഴും ഈ ശബരിമല പ്രവേശനം അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഇവര് പ്രാവശ്യത്തിലൂടെ നടിച്ചുകൊണ്ട് പോകുന്നു. തീർച്ചയായും ഈ ശബരിമല പ്രവേശനത്തിന്റെ സമയത്ത് നമ്മൾ വിചാരിച്ചു സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വിജയിക്കും. അല്ല, നമ്മൾ വിചാരിച്ചു. പക്ഷേ
ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അന്ന് പറഞ്ഞത് BJP പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, തങ്ങൾക്ക് സുവർണകാലം എന്തോ ഒരു കാലഘട്ടമാണെന്നൊക്കെ പറഞ്ഞു. അന്ന് ശബരിമല പ്രവേശന സ്ത്രീ പ്രവേശന വിഷയം. പക്ഷെ അന്ന് സുരേന്ദ്രനെ കൊണ്ട് അതെ അവർ പ്രാർത്ഥിച്ചത് വോട്ട് ചെയ്തില്ല. അന്ന് സുരേന്ദ്രനെ കൊണ്ട് സാധിക്കാഞ്ഞത് ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടും സുരേഷ് ഗോപിയെ കൊണ്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. 1 ലക്ഷത്തിലധികം ഹൈബിയുടെ 1 ലക്ഷത്തിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്ന 1,01,000-ലേക്ക്. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും 6,618 വോട്ടിന് മുന്നിലെത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും തന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 6,618 വോട്ടിന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്ന കാഴ്ച. തിരുവനന്തപുരം വിരിയാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ശശി തരൂർ ഇപ്പോൾ മിക്കവാറും ഔട്ടാകുന്ന അവസ്ഥ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പം എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. എന്താണെങ്കിലും കഴിഞ്ഞ കുറെ സമയങ്ങളായി തിരുവനന്തപുരത്ത് NDA തന്നെ ലീഡ്. ശശി തരൂറും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ വലിയ വാക്പോരും ഒക്കെ ഇതിനിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ പൈസ കൊടുത്ത ആളുകളെ സ്വാധീനിക്കുന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്ന ഒരു സമയം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചിലപ്പോൾ അതൊക്കെ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത കൂടി തെളിയുന്നുണ്ട്. തീർച്ചയായും. പക്ഷേ ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായും. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ അല്ലെ, അല്ലെങ്കിൽ ഒരു വികസന രേഖയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇനി കാര്യം നടക്കും എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ടാഗ്ലൈൻ എന്ന് പറയുന്നത്. ഇനി നടക്കും, ഞാനുണ്ടെങ്കിൽ ഇനി നടക്കും എന്നൊക്കെയുള്ളായിരുന്നു. നമ്മൾ ഈ വിശ്വപൗരൻ എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് ഈ നാട്ടിലെ പൾസ് അറിയില്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ട് അവർക്ക് എന്ത് തേങ്ങ അറിയാം മാങ്ങ അറിയാം എന്നൊക്കെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് അദ്ദേഹം എന്നോടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് വരെ ഇറങ്ങി തിരിച്ചാൽ അത് നേടിയെടുക്കാതെ പോയിട്ടില്ല. എന്നോട് പറഞ്ഞ വാക്കാണ് അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തിരുവനന്തപുരത്ത് അദ്ദേഹം സാധ്യമാക്കും തോന്നുന്നുണ്ട്. അതെ, സാധ്യമാണ്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ആദ്യം പോളിസി കളഞ്ഞ ബിസിനസ് 19-ാം വയസ്സിലാണ് ഞാൻ ഒരു ബിസിനസ് തുടങ്ങുന്നത്. ആ സമയത്ത് ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ എന്നോട് എന്റെ അച്ഛൻ, എന്റെ ബന്ധുക്കൾ അടക്കം പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ല, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയം എടുത്ത തീരുമാനം അന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തീരുമാനം എടുക്കുന്നത്. ഇത് ഞാൻ നേടും. അങ്ങനെ അദ്ദേഹം ആദ്യമായി BSNലുമായി ബന്ധപ്പെട്ട ഫോണിന്റെ ഒക്കെ ഇത് കൊണ്ടുവരുന്ന അദ്ദേഹമാണ്. വിപ്ലവകരമായ ഒരു മാറ്റം ഇവിടെ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് നടത്തിയ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം അന്നെടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ നീ തോറ്റു അല്ലെങ്കിൽ നിനക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം തുടങ്ങിയത്. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും നേടാൻ കഴിയാത്തതുണ്ടെങ്കിൽ ഞാൻ നേടിയെടുക്കും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മളോട് ഇന്റർവ്യൂ നടത്തി പറഞ്ഞത്. അത് വ്യക്തമായും ശക്തമായും ശരിയാക്കുന്ന തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒന്നും അദ്ദേഹത്തിനൊന്നും തടസ്സമല്ല എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും ശരിയാണ്. തിരുവനന്തപുരം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ. കേരളത്തിൽ 2 താമര വിരിയാൻ പോകുന്നു. വിരിയട്ടേനെ, പുതിയ മാറ്റമൊക്കെ വരട്ടെ. ഞാൻ 2 കേരളത്തിൽ താമര വിരിയാൻ പോകുന്നു. കേരളത്തിൽ BJP NDA പച്ച തൊടില്ല അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമൂഹത്തിൽ 2 സ്ഥലത്ത് NDA അക്കൗണ്ട് തുറക്കുന്നു. തുടക്കം മാത്രമാണ് ആയിരിക്കാം. 2 സ്ഥലത്ത് താമര വിരിയുന്നു. തൃശ്ശൂർ ഏതാണ്ട് വിരിഞ്ഞു എന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്തെ കുറിച്ചും അങ്ങനെ തന്നെ പറയേണ്ടി വരും. വ്യക്തമായ ലീഡ് കഴിഞ്ഞ കുറെ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നിലനിർത്തുന്ന കാഴ്ച. എന്തായാലും ഇത് എല്ലാ പാർട്ടികൾക്കും എല്ലാ മുന്നണികൾക്കും ജനങ്ങൾ നൽകുന്ന ഒരു വ്യക്തമായ അവലോകനം, വ്യക്തമായ ഒരു ചിന്തയ്ക്കുള്ള ഒരു വേദി കൂടിയാണ് ഓരോ ഇലക്ഷനുകളും. എന്താണ് നിങ്ങളുടെ ഭാഗത്തുള്ള എന്തൊക്കെ തെറ്റുകളാണ് ജനങ്ങൾ, ഞാനും ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരന് ഇതെന്താണ്, സ്ത്രീലിംഗം എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ പുരശ്രീ എന്ന ഞാനൊരു ഇതിൽ വായിച്ചിട്ടുണ്ട്, ശരിയാണോന്ന് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പൗരൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗം, സിറ്റിസൺ എന്നുള്ളതിന്റെ സ്ത്രീലിംഗം മലയാളത്തിൽ ഏതാണെന്നുള്ളത് ഇടുക. സ്ത്രീലിംഗം എനിക്കറിയാവുന്നുള്ളത് പുരശ്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീലിംഗം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളും അതാണ് അല്ലെ, നമ്മളും ജനാധിപത്യ രാജ്യത്തെ ഇത്തരത്തിൽ വോട്ടവകാശമുള്ള ഒരു വോട്ടറാണ്. അപ്പൊ നമുക്ക് ഇവരോട്, ഈ സ്ഥാനാർത്ഥികളോട്, ഈ പ്രതിനിധികളോട് എന്ത് പറയാനുണ്ട് അതാണല്ലേ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോഴും ആ പഴയ നില തന്നെ തുടരുന്നു. കേരളം നോക്കിയാൽ 20 സീറ്റിൽ 2 LDF ലീഡ് ചെയ്യുന്നു, 2 NDA, 16 UDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം ലീഡ് ചെയ്യുന്നു, ആറ്റിങ്ങലും ആലത്തൂരും LDF ലീഡ് ചെയ്യുന്നു. ബാക്കിയുള്ള 16 മണ്ഡലങ്ങളിൽ UDF ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 40,000-ന് മുകളിലേക്ക് പോയിരിക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ 40,000-ന് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ
ലീഡ് നില ഉയർത്തിയിരിക്കുന്ന കാഴ്ച. വ്യക്തമായ ഒരു ലീഡിലേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. മർലിവ, തീർച്ചയായും വളരെ വ്യക്തമായ ലീഡാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ലഭിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ 35,856 വോട്ടുകളാണ് സുഹൃത്തുക്കളെ വടകരയിൽ ഷാഫി പറമ്പിൽ ലഭിച്ചിരിക്കുന്നത്. 856 വോട്ടുകളുടെ ലീഡാണ് ലഭിച്ചിരിക്കുന്നത്. ആ ലീഡ് ഷാഫി പറമ്പിൽ വിശ്വസിക്കുന്നത്. കാരണം കുറെ സമയമായി ശൈലജ ടീച്ചർ പിന്നിൽ തന്നെയാണ്, മുന്നിൽ ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ 47 വോട്ടുകളുടെ ലീഡാണ് പ്രേമചന്ദ്രൻ സാധ്യമാക്കി. ആന്റോ ആന്റണി 17,821 വോട്ടിനെ ലീഡ് ചെയ്യുന്നു. ആന്റോ ആന്റണി വീണ്ടും അദ്ദേഹത്തിന്റെ വോട്ട് ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. എന്നാൽ മാവേലിക്കരയിലേക്ക് വരികയാണെങ്കിൽ 8,500 വോട്ടിനാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു റേഞ്ച് 8,000 9,000 ഇടയ്ക്കുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ അദ്ദേഹം തുടർന്നു പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മുന്നിലേക്ക് തന്നെ വരുന്നുണ്ട്. 6,618 ആയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ ഉറപ്പിക്കുകയാണോ? 1,206 വോട്ടിന് ആറ്റിങ്ങലിൽ LDFന്റെ ലീഡ് വീണ്ടും ഉയരുന്നു. LDFന്റെ ലീഡ് ആറ്റിങ്ങലിൽ വീണ്ടും ഉയരുന്നു. 300-ൽ നിന്ന് 1000-ലേക്ക് LDFന്റെ ലീഡ് വീണ്ടും ഉയരുകയാണ്. 2 മണ്ഡലങ്ങളിൽ LDF ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 6,618 വോട്ട്. തിരുവനന്തപുരത്ത് 6,618 വോട്ടിന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. കൃത്യമായി മാറി മറിഞ്ഞത് ഈ ആറ്റിങ്ങൽ മണ്ഡലം മാത്രമാണ് വി ജോയ് എന്ന് മുന്നിലോട്ട് കയറി. അല്ലാതെ ബാക്കി എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഇരിക്കുന്ന എല്ലാ പട്ടികയിലും എല്ലാവർക്കും, അതായത് കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, പാലക്കാട്, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, വടകര, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിലെല്ലാം UDF വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടെയാണ് ഇപ്പം നിൽക്കുന്നത്. തീർച്ചയായും ബാക്കി തിരുവനന്തപുരത്തും തൃശ്ശൂരിലും NDAയും ആറ്റിങ്ങലിലും ആലത്തൂരിലും LDFും അതും വ്യക്തമായ ഭൂരിപക്ഷം LDFിന് ആലപ്പുഴയിൽ 29,000-ലധികം വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ LDFന്റെ മണ്ഡലം, അതായത് LDFന് ലഭിച്ച ഒരു ഒറ്റ മണ്ഡലമാണ് ആലപ്പുഴ. ആ മണ്ഡലം കൈവിട്ടു പോയി. സുഹൃത്തുക്കളെ അണങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ മറ്റൊരു തിരി UDFന്റേതായിട്ടുള്ള ഒരു തിരിയല്ല 2 തിരി ഇപ്പൊ 2 വന്നിട്ടുണ്ട്. ആറ്റിങ്ങലും ആലത്തൂരും കനൽ ജ്വലിക്കുന്ന കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. 16 വോട്ട്. സുരേഷ് ഗോപി വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 40,000 ആയിരുന്നു അല്പം മുൻപെങ്കിൽ. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ് നില 40,000-ൽ നിന്ന് 43,000-ലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 90,000 എറണാകുളത്തിന് 1,07,000. അതെ, ഹൈബീഡൻ വലിയൊരു മുന്നേറ്റം തന്നെ ഹൈബീഡൻ കാഴ്ചവെക്കുന്നു. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഒരു വളരെ പ്ലസന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതായത് ഹൈബീഡനെ വിളിച്ചാൽ തന്നെ വളരെ വളരെ സൗഹൃദമുള്ള, അല്ലെ, വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, മാത്രമല്ല സൗഹൃദമുള്ള, വളരെ പ്ലസന്റ് ആയിട്ട് എല്ലാവരോടും ഇഴുകി ചേർന്ന് പോകുന്ന ഒരു മനോഭാവമാണ് ഹൈബീഡ്. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തുന്നു. 9,112 വോട്ടിന് തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. തീരുമാനമായി തോന്നുന്നു. ശശി തരൂരിന്റെ കാര്യത്തിൽ, തിരുവനന്തപുരത്ത് നിന്നുള്ള കാര്യത്തിൽ തീരുമാനമായി തോന്നുന്നു. 2 സീറ്റ് LDFനും 2 സീറ്റ് NDAക്കും UDFന് 16-ലേക്കുമാണ് ഇപ്പോൾ നിലവിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപിയുടെ കയ്യിൽ സുരക്ഷിതമാണ്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ തിരുവനന്തപുരം സുരക്ഷിതമായി എടുക്കുക എന്ന് പറയണോ? അതെ, അങ്ങനെ തിരുവനന്തപുരം കൂടി എടുക്കുക തൃശ്ശൂരിന്റെ കൂട്ടത്തിൽ എന്ന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. അതെ, തിരുവനന്തപുരത്തും ഏതാണ്ട് ലീഡ് NDA ലീഡ് ഉയർത്തുന്ന കാഴ്ച. രാജീവ് ചന്ദ്രശേഖർ ശക്തമായ ഒരു എതിരാളി തന്നെ ആയിരുന്നു ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? ശശി തരൂർ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ശശി തരൂർ പല ഇതിലും പന്നി രവീന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് തനിക്ക് എതിർ സ്ഥാനാർത്ഥി അത് രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥാനാർത്ഥിത്വം ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു ശതമാനം വോട്ട് വാങ്ങി മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. ഇത് വലിയൊരു ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരുപക്ഷെ വിജയ സാധ്യത രാജീവ് ചന്ദ്രശേഖറിന്. തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരം അതൊരു വികസന രേഖയാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം ഇതുവരെ ഇങ്ങനെ കിടക്കേണ്ട ഒരു മണ്ഡലമല്ല, ഇങ്ങനെയല്ല തിരുവനന്തപുരം കിടക്കേണ്ടത്. ഇതിനേക്കാൾ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വരണം എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നതും. അദ്ദേഹത്തിന്റെ സ്വപ്നം അതായിരുന്നു. അവതരിപ്പിച്ചതിന് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാമെങ്കിൽ പിന്നെയും
തിരുവനന്തപുരത്തുകാർ രാജീവ് ചന്ദ്രശേഖരന് അത്തരത്തിലൊരു അവസരം കൊടുക്കുകയാണ് രാഹുൽ. ഡൽഹിയിലേക്ക് ഒരു ടിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഡൽഹിയിലേക്ക് ഓൾറെഡി അദ്ദേഹത്തിന് ടിക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാർ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ എഴുതി കൊടുക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് കൊടുക്കുന്നു. അതെ, തിരുവനന്തപുരംകാർ ഒരു ടിക്കറ്റ് അദ്ദേഹത്തിന് നൽകുകയാണ്. അല്ല, ഇങ്ങോട്ട് വന്നോളൂന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർക്ക് തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു ഒരു ഫാനിസം അല്ലെങ്കിൽ ഒരു ജനങ്ങളൊന്ന് സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ശശി തരൂർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു അവസരം കൂടിയായി കാണണം, അല്ലെ? തീർച്ചയായും ഇത്തവണ പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു പക്ഷേ ബാധിച്ചിട്ടുണ്ടാവാം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള ഒരു മുന്നണി, UDF തന്നെ അത് പൂർണ്ണമായി അത് ഉൾക്കൊള്ളണം. എന്താണ് ഇവിടെ സംഭവിച്ചത്? NDAക്ക് BJP അക്കൗണ്ട് തുറന്നത് എങ്ങനെയാണ്? അത് മിക്കവാറും അത് UDFന്റെ തന്നെ തട്ടകങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്, അല്ലെ? UDFന്റെ തട്ടകങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ആലപ്പുഴയല്ല NDA പിടിച്ചത്, തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. അവിടെ രണ്ടുമാരാണ് UDF ആണ് നിന്നത്. അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ സംഭവിച്ചത് എന്താണ്? ആറ്റിങ്ങലിൽ ഇതുവരെ ഇത് ആയിട്ടില്ല, അല്ലെ? ഉറപ്പിച്ചിട്ടില്ല ആറ്റിങ്ങൽ, അല്ലെ? LDFന് ഉറപ്പിച്ചിട്ടില്ല. ആലത്തൂർ ഉറപ്പിച്ചു. ഏതാണ്ട് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ. അതിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. എന്താണെങ്കിലും ദേശീയ തലത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 543 സീറ്റുകളിൽ 292 സ്ഥലത്ത് NDA സഖ്യം ലീഡ് ചെയ്യുമ്പോൾ 228 സ്ഥലത്ത് തൊട്ടുപിന്നിലായി ഇന്ത്യ സഖ്യം ലീഡ് നിലനിർത്തുന്നുണ്ട്. 23 സ്ഥലത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ലീഡ് നിലനിർത്തുന്നു. 292 NDA, ഇന്ത്യ സഖ്യം 228 മണ്ഡലങ്ങളിൽ ലീഡ് നിലനിർത്തുന്നു. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. അതായത് നമ്മുടെ ആമയും മുയലിന്റെ കഥയില്ലേ? അതായത് ആദ്യ കാലഘട്ടത്തിൽ ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ NDA സഖ്യം 292 ഉണ്ട്. ഇന്ത്യ മുന്നണി ഇത് കുറച്ച് പുറകിലാണെങ്കിലും പെതിയെ വന്നിട്ട് ഒറ്റയടിക്കാൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഞാൻ പറയട്ടെ, അതാ ഞാൻ ഇന്ത്യ മുന്നണിയുടെ അവിടെ ദേശീയ രാഷ്ട്രീയത്തിലല്ല, അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ടൊരു ബന്ധമില്ല. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം 20 സീറ്റുകൾ UDFന്റെ കയ്യിൽ വളരെ സുരക്ഷിതമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ. അപ്പോ അത് UDFന് ലോക്സഭയിൽ വ്യക്തമായ ഒരു തരംഗം കേരളത്തിലുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. UDFന് വ്യക്തമായി ഒരു സപ്പോർട്ടുണ്ട്, ഒരു പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ UDFകാർ എന്തായി കുറച്ച് അഹങ്കാരം കൂടി, ഇവര് കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും നിരത്തിൽ ഇറങ്ങിയില്ല. ആ സമയം ഇഴഞ്ഞഴഞ്ഞ് വന്ന NDA പോലുള്ളവർ വ്യക്തമായ ഒരു പ്രവർത്തനം ഉണ്ടാക്കി അവർ അങ്ങ് തീർച്ചയായും മാർലിവ പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് പറയേണ്ടി വരും. കാരണം 2 മണ്ഡലങ്ങളിൽ ഇപ്പോഴും വ്യക്തമായ ലീഡ് NDA വെച്ച് പുലർത്തുകയാണ്. കാരണം അവർ ആമയെ പോലെ ഇഴഞ്ഞെങ്കിലും അവർ മുയൽ കിടന്ന് ഉറങ്ങിയപ്പോ അവരങ്ങ് കുതിച്ചു ചാടി. ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. UDF മുയലാണ്, മുയൽ കിടന്ന് ഉറങ്ങി. ആമയെ പോലെ വന്ന NDA അങ്ങ് കുതിച്ച് പ്രവർത്തനങ്ങൾ അവരുടെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇത് 6 സീറ്റാണ് പോയത് UDFന്റെ. 2 സീറ്റുകളും UDFന്റെ കയ്യിൽ നിന്ന് നഷ്ടമായ സീറ്റുകളാണ് NDAയിലേക്ക് പോയിരിക്കുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരവും. ഇപ്പോഴും UDF ഉറക്കത്തിലാണ്, മുയൽ ഇപ്പോഴും ഉറക്കത്തിലാണ്. മുയൽ ആദ്യമേ ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന സമയത്തെ കുതിച്ചു ചാടിക്കൊണ്ടിരുന്ന മുയലുകളെല്ലാം ഇപ്പോൾ കിടന്ന് കൂട്ടിൽ അടങ്ങി ഉറങ്ങുകയാണ്. ഇപ്പോൾ പതിയെ വന്നിരുന്നവരെല്ലാം പച്ച പിടിച്ച് വളരുന്നുണ്ട്. ഇപ്പോഴും ഇവർ ആരും തന്നെ ഉറക്കം ഉണരേണ്ട സമയമായി എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ ഒന്നും കൂടി പരിശോധിക്കാം. കേരളത്തിലെ 20 സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 20 സീറ്റുകളിൽ 16 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു. 2 മണ്ഡലങ്ങളിൽ LDFും മറ്റ് 2 മണ്ഡലങ്ങളിൽ NDAയും ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് NDA BJP ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങൾ. ആറ്റിങ്ങലാണ് ഒരു മണ്ഡലം LDF ലീഡ് ചെയ്യുന്നു. ഒപ്പം ആലത്തൂരും LDF ലീഡ് ചെയ്യുന്നു. ആലത്തൂർ ഏതാണ്ട് 11,000 വോട്ടിലേക്ക് LDF തങ്ങളുടെ ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. 2 മണ്ഡലങ്ങളിൽ LDF കുറെ സമയം കൊണ്ട് ലീഡ് തുടർന്നു പോവുകയാണ്. ഉറപ്പിക്കാം എന്ന് പറയേണ്ടി വരും. ചിലപ്പോ എനിക്ക് തോന്നുന്നു ആറ്റിങ്ങലിൽ ഒരു മണ്ഡലം കൂടെ ചിലപ്പോൾ UDFന് പോകുകയായിരിക്കും. കാരണം അത് ഉറപ്പില്ല. ആറ്റിങ്ങലിൽ ഒരു വലിയ ലീഡൊന്നും ഇല്ല, ഒരു ചെറിയ ലീഡ് മാത്രമാണ്. പക്ഷേ 17-2-1 ഇങ്ങനെ നിൽക്കും. അതെ, മുന്നിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക, വരും മണിക്കൂറുകളിൽ വരും നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. സത്യത്തിൽ 2 അക്കൗണ്ട് BJP കേരളത്തിൽ തുറന്നു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചോളം ചരിത്രം കുറിക്കുന്ന ഒരു വിജയം സുരേന്ദ്രൻ ആഘോഷിക്കാം. അതെ, സുരേന്ദ്രൻ ആഘോഷിക്കാം. കാരണം ഒരു സീറ്റ് പോലും NDA കേരളത്തിൽ നേടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 സീറ്റുകൾ നേടുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ. തൃശ്ശൂർ നേടി എന്ന് പറയാമെങ്കിൽ തിരുവനന്തപുരം നേടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നേടുമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ. കാര്യം
10,000-ലധികം ക്ഷമിക്കണം 8,000-ലധികം വോട്ടുകൾ. സുരേന്ദ്രൻ സന്തോഷിക്കേണ്ട, സുരേഷ് ഗോപി സന്തോഷിച്ചോളും, കാരണം അദ്ദേഹത്തിന്റെ മാത്രം പ്രവർത്തനത്തിന്റെ ഫലമാണ് തൃശ്ശൂര്. പക്ഷെ അതേസമയം മൊത്തത്തിൽ ഒരു കേരളത്തിൽ ഇന്ന് വരെയുള്ള BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഭാരവാഹിയായിരിക്കുമ്പോൾ, അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ വിജയം അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു വിജയം, കെ സുരേന്ദ്രൻ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിജയം. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ തോറ്റു, ഇത് വേറെ കാര്യം. ഇത്തവണയും തോറ്റില്ലേ? അതെ തന്നെ അതാ. പക്ഷെ അദ്ദേഹം ഇരിക്കുമ്പോൾ 2 സീറ്റ് കേരളത്തിൽ നിന്ന് പിടിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്, അദ്ദേഹത്തിന് അഭിമാനിക്കാം. അതാണ് ഒരു കീഴ്വഴക്കം അല്ലേ? എന്തായാലും അത്തരത്തിൽ തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങൾ ഇപ്പോൾ NDA പിടിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. 2 മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡ് NDA വെച്ച് പുലർത്തുന്നു. തിരുവനന്തപുരം, തൃശൂർ. NDAയുടെ തുറുപ്പുകുരാൻ കേരളത്തിൽ നമ്മുടെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും തന്നെയായിരുന്നു ഇറക്കിയ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ. അത് വേണ്ട രീതിയിൽ എനിക്ക് വലിയൊരു ആകാംക്ഷയാണ്. എന്തിനാണെന്നറിയോ, സുരേഷ് ഗോപി ജയിച്ചതിലല്ല, ഇനി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരുന്ന ഒരു വരവുണ്ട്, ഒരു മാസ് എൻട്രി ഉണ്ട്. ആ ഒരു എൻട്രി, സുരേഷ് ഗോപിയുടെ ആ ഒരു മാസ് എൻട്രി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ആ ഡയലോഗ്, ആ പഞ്ച് ഡയലോഗ് കേൾക്കാൻ വേണ്ടി രഞ്ജി പണിക്കരൊക്കെ എഴുതി വെച്ചിട്ടുള്ളതിനെക്കാട്ടിൽ പഞ്ച് ഡയലോഗ് ആയിരിക്കും ഒരു പക്ഷെ ഇന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്ന് പറയാൻ പോകുന്നത്. അതെന്തായിരിക്കും മാർലിവ? തീർച്ചയായും, കാരണം സുരേഷ് ഗോപി അത്രത്തോളം പരിഹാസങ്ങളും അദ്ദേഹം കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആക്രമണം ഒക്കെ ചെറുതായിരുന്നില്ല. അദ്ദേഹം ഓരോ തവണയും ഇങ്ങനെ പറയുമ്പോൾ കിട്ടിയില്ലല്ലോ, ഇനിയെങ്കിലും എടുക്കുമോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വ്യക്തമായ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ അടുക്കുകയാണ്. അതായത് നമ്മൾ കാത്തിരുന്നാൽ വിജയം ചിലത് ഉറപ്പിക്കുമെന്നൊക്കെയുള്ള ചില പ്രബോധനങ്ങളൊക്കെ ഇല്ലേ, അതുപോലൊക്കെ ഒരു കാര്യമായി 43,373 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ 13,635 വോട്ട്. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 10,000-ൽ നിന്ന് 13,000-ലേക്ക് രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ ലീഡ് നില വീണ്ടും ഉയർത്തുന്ന കാഴ്ച. ഇപ്പോഴാണ് ഒരു കാര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നതോടുകൂടി ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് ഒരു കൂട്ടം BJP-യിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം വോട്ട് ബാങ്കാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു വോട്ട് ബാങ്കാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഒരു വലിയൊരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരനല്ല BJP-യിലേക്ക് മാറുന്നവര്, സത്യം പറഞ്ഞാൽ ആ ഒരു മാറ്റത്തിനുള്ള ഒരു വിജയമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇത്രത്തോളം വിജയം ശശി തരൂരിന് അപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചത് ഈ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് ബാങ്ക്, അത് ആദ്യമേ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങോട്ട് വാങ്ങിയെടുക്കുമായിരുന്നു. അപ്പൊ ആ ഒരു വിജയം ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ശരിക്കും UDF-ന്റെ വോട്ടാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് പോയത് എന്ന് പറയേണ്ടി വരും അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല, കാരണം അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ടയിൽ വീണ്ടും ആന്റണി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 20,000-ലേക്ക് പുറത്ത് ആന്റണിയുടെ ലീഡ് പത്തനംതിട്ടയിൽ ഉയർന്നിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ആന്റണി 20,000-ലധികം വോട്ടുകൾക്ക് പത്തനംതിട്ടയിൽ ലീഡ് ചെയ്യുന്ന കാഴ്ച. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 13,635 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. തൃശ്ശൂർ പോലെ തന്നെ തിരുവനന്തപുരവും പറയേണ്ടി വരും. ഇനി പിന്നിലേക്ക് ചിന്തിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും 2 മണ്ഡലങ്ങളും NDA എടുത്തു, ഇല്ലെങ്കിൽ എടുക്കും എന്ന് പറയേണ്ടി വരുന്നൊരു കാഴ്ച. ഒപ്പം അതേപോലെ തന്നെ 2 മണ്ഡലങ്ങൾ, കഴിഞ്ഞ തവണ 1 സീറ്റാണ് LDF-ന് ലഭിച്ചതെങ്കിൽ LDF-നും സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണത്തെ ആ 1 സീറ്റിൽ നിന്ന് ഇപ്പോൾ 2 എന്ന നിലയിലേക്ക് കഴിഞ്ഞ കുറെ സമയം കൊണ്ട് LDF-ന്റെ ലീഡ് നിലനിർത്തുകയാണ്. ആറ്റിങ്ങൽ, ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിൽ LDF ഇപ്പോഴും ശക്തമായ ലീഡ് നിലനിർത്തുന്ന കാഴ്ച കാണേണ്ടി വരുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷാണ് 8,842 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, പാലക്കാട്, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, വടകര, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ മണ്ഡലങ്ങളിലാണ് നിലവിൽ UDF അവരുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു കരുത്തെന്നൊക്കെ പറയാമോ എന്തോ, കാരണം അതെല്ലാം സിറ്റിംഗ് സീറ്റ് തന്നെ ആയിരുന്നു അല്ലെ. അതുപോലെ തന്നെ ഈ ആലപ്പുഴ മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. ആലപ്പുഴ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NDA 2 സ്ഥലങ്ങളിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 NDA അക്കൗണ്ട് ലോക്സഭാ ഇലക്ഷനിൽ തുറന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് തുറന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അവസാനം ഇത് വന്നിട്ടില്ല എങ്കിലും ഒരു ലീഡ് അനുസരിച്ച് മാത്രം. പക്ഷേ ഇനി അതിലൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു, ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്, അതിന് തെറ്റിദ്ധരിക്കരുത്. മാത്രമല്ല ആറ്റിങ്ങൽ, ആലത്തൂർ ഈ 2 മണ്ഡലങ്ങളിലുമാണ് LDF. ഇതിൽ ആറ്റിങ്ങലിൽ മാത്രമാണ്
ഉറപ്പിച്ച് പറയാനുള്ള ഒരു മടിയുള്ളത്. അതേസമയം ആലത്തൂർ ഇവര് തുടങ്ങിയ സമയം മുതൽ ഒരു തവണ മാത്രമാണ് രമ്യ ഹരിദാസ് മുന്നിൽ വന്നത്, പിന്നെ അത് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ അത് LDF-ന്റെ കയ്യിൽ ഒരു സുരക്ഷിതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും 12,000-ലധികം വോട്ടുകൾ ഇപ്പോൾ LDF ആലത്തൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. രമ്യ ഹരിദാസ് പിന്നിലെന്ന് ഇടയ്ക്കിടെ പറയേണ്ടി വരുന്നു. കാര്യം രമ്യ ഹരിദാസ് ഒരൊറ്റ തവണ മാത്രമാണ് ലീഡ് നിലനിർത്തിയത്. വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം ഒരു ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് രമ്യ ഹരിദാസിനെ ലീഡ് നിലനിർത്താൻ സാധിച്ചത്. പിന്നീട് രമ്യ ഹരിദാസിന്റെ ലീഡ് നേരെ താഴേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അപ്പോൾ മുതൽ LDF അവിടെ വ്യക്തമായ ലീഡ് നിലനിർത്തി പോരുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് ആദ്യം മുതൽ അവസാനം വരെ എക്സിറ്റ് പോളുകളൊക്കെ തൂത്ത് തറയിലിട്ടിട്ട് അല്ലെ, ആദ്യം മുതൽ അവസാനം വരെ ഒരു ദുരോഗത്തിന്റെ മുൻനിരയിൽ നമ്മളെ നിർത്തി വലിയ പ്രതീക്ഷയ്ക്കും ആകാംക്ഷയ്ക്കും ഒക്കെ വകയുള്ളതായിരുന്നു അല്ലെ. അതെ, തീർച്ചയായും. ഇപ്പോ എന്താണെങ്കിലും ഇപ്പോഴും വീണ്ടും ആ പഴയ സ്റ്റാറ്റസ് തന്നെ തുടരുന്നു. കേരളത്തിലെ 20 സീറ്റുകളിൽ 16 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 2 LDF-ഉം 2 NDA-യും ലീഡ് നിലനിർത്തുന്നു. മുരളീധരൻ നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ ലിസ്റ്റിൽ പോലും മുരളീധരന്റെ പേര് പറയേണ്ട ആവശ്യം ഒരിടത്തും ഇതുവരെ വന്നിട്ടില്ല. ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ലീഡ് 40,000-ൽ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലീഡ് ഒരിക്കൽ പോലും കെ മുരളീധരന്റെ പേര് പറയേണ്ടി വന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഇന്ത്യ മുന്നണിയും NDA തമ്മിലുള്ള ഒരു മത്സരവും കൂടെ പറയാവുന്നതാണ് ലോക്സഭയിൽ. തീർച്ചയായും ദേശീയതലം നോക്കുകയാണെങ്കിൽ ആകെയുള്ള സീറ്റിൽ 292 സീറ്റ്, 543 സീറ്റിൽ 292 സീറ്റിൽ NDA ലീഡ് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണി 228 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. 23 സീറ്റിൽ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ലീഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണെങ്കിലും 292 NDA, 228 ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. അപ്പോൾ കാര്യമായ മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോഴും ആ പഴയ സ്റ്റാറ്റസ് തുടരുന്നു. കേരളം നോക്കുകയാണെങ്കിൽ 16 UDF, 2 LDF, 2 NDA. ഇതെനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ അവസാനത്തെ റിസൾട്ടിന്റെ അല്ല, അപ്പോഴും ആറ്റിങ്ങലിൽ ഒരു ചെറിയ സംശയമുണ്ട്. ആറ്റിങ്ങൽ LDF-ന് ഒരു ചെറിയ ലീഡ് മാത്രമാണ് ആറ്റിങ്ങലുള്ളത്. അതിലെന്തെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അതായത് ഒരു ബാക്കിയൊക്കെ ഒരു മണം, ശരിയായ ഒരു മണം കിട്ടുന്നുണ്ട്, ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. എന്തായിരിക്കും ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും. 2 മണ്ഡലങ്ങൾ BJP ഉറപ്പിക്കാം. വ്യക്തമായ ഒരു ലീഡ് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കാവുന്നതാണ്. 13,336. ഇതിൽ നിന്ന് താഴുമോ എന്നുള്ളതല്ലേ? അല്ല, നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലൈവ് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ആകുന്നു. നമ്മൾ തുടങ്ങിയ സമയം മുതൽ ഒരിക്കൽ പോലും രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് പുറകിലേക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ആ ഒരു ലീഡ് വെച്ച് പുലർത്തി തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അപ്പോ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഒരുക്കി വെച്ചിരിക്കുന്ന പായസമൊക്കെ വിളമ്പാൻ എടുത്ത് വെച്ചോളൂ അല്ലെ, ചൂടാറുന്നതിന് മുമ്പ്. ഇല്ല, തൃശ്ശൂർ വിളമ്പി തുടങ്ങി. പായസം തൃശ്ശൂർ വിളമ്പി തുടങ്ങി, ലഡു വിതരണം തുടങ്ങി. അപ്പോ ഇനി അതെല്ലാം ഓൾറെഡി അവിടെ ഭംഗിയായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരുക്കങ്ങൾ എന്തായി എന്നാണ്. സുരേഷ് ഗോപി 47,900, ലക്ഷത്തോട് അടുക്കുന്നു, 1,00,000 അടുക്കുന്നു. അതെ, സുരേഷ് ഗോപി തന്റെ ലീഡ് 1,00,000-ലേക്ക് എത്തിക്കുകയാണ്. 47,991 വോട്ടുകൾക്ക് തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന കാഴ്ച. വ്യക്തമായ ലീഡ്. ഇനി ഒന്നും ചിന്തിക്കാനില്ല. തൃശ്ശൂർ മറന്നേക്ക്. ബാക്കിയുള്ള 19 മണ്ഡലങ്ങളെ കുറിച്ച് സംസാരിക്കാമല്ലോ. തൃശ്ശൂർ വിടൂ. എന്തായാലും തൃശ്ശൂര്, വയനാട് വിടേണ്ട സാധനങ്ങളാണ്. അതെ, തൃശ്ശൂര്, വയനാട്, എറണാകുളം, ഇടുക്കി, വടകര. അതെ, ഇതൊന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രേമചന്ദ്രന്റെ കൊല്ലം അദ്ദേഹം ശക്തമായ ലീഡ് കൊല്ലത്ത് വെച്ച് പുലർത്തുന്നുണ്ട്. NK പ്രേമചന്ദ്രൻ. അതെ, RSP. അപ്പോ ഇവരുടെയൊക്കെ ലീഡുകളൊന്നും തന്നെ എന്താണ് ഇനി പറയേണ്ട ആവശ്യമില്ല. അവർ ജയിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് വിധി എഴുതാവുന്നതാണ്. തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. കാരണം ശക്തമായ ലീഡ് UDF-ന്റെ മിക്ക സീറ്റുകളിലും ഈ 16 സ്ഥലത്ത് UDF ലീഡ് പുലർത്തുന്നുണ്ടെങ്കിൽ പകുതിയിലധികം സീറ്റുകളിലും 50,000-ന് മുകളിൽ 50,000, 1,00,000 ഒക്കെ ലീഡാണ് പലയിടത്തും UDF-ന്റെ. അതെ, വ്യക്തമായ ലീഡ് ഉണ്ട്. അതുപോലെ LDF പരിശോധിക്കുകയാണെങ്കിൽ ആലത്തൂർ LDF ശക്തമായ ലീഡ് തന്നെ നിലനിർത്തുന്നുണ്ട്. അതെ, ഏതാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപിയുടെ ലീഡ് 50,000-ലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ. അതെ, തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി സത്യത്തിൽ നിരവധി പേർ തൃശ്ശൂരിന്റെ മനസ്സ് ഇത് തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെ. തൃശ്ശൂരിന്റെ മനസ്സ് ഇത് തന്നെയാണ്. സുനിൽകുമാർ ആയിരുന്നു ആദ്യത്തെ ഇതിലൊക്കെ പോസ്റ്റൽ ബാലറ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് സുനിൽകുമാർ ആയിരുന്നു ആദ്യം വന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപി നിലം തൊടാതെ കയറി അങ്ങ് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത്രത്തോളം ഹൈപ്പിൽ തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയേണ്ടത്. എന്തായാലും തൃശ്ശൂർ അങ്ങ് സുരേഷ് ഗോപി എടുത്തു എന്ന് പറയുന്ന തരത്തിലേക്കാണ് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു, ഇപ്പോഴും അത് പുരോഗമിക്കുകയാണ്. തൃശ്ശൂർ അടിച്ച് പൊളിക്കുകയാണ്, തൃശ്ശൂർ തകർക്കുകയാണ്. ഇനി സുരേഷ് ഗോപിയുടെ
മരവ് മാത്രമാണ് നമുക്ക് കാണേണ്ടത്. ആ വരവ് വരെ കുറിച്ച് ബ്രേക്ക് എടുത്താൽ ഒരു ബ്രേക്ക് എടുക്കാം. കാരണം നമ്മൾ ഈ ലൈവ് 1.5 മണിക്കൂറായി. അപ്പോ തൊണ്ടവേദന ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മടങ്ങിയെത്തും. ഫോക്കസിനൊപ്പം തുടരുക.